അനുഗ്രഹിക്കട്ടെ. വളരെ വേഗത്തിൽ ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. വേദപുസ്തകങ്ങൾ എല്ലാവരും തുറന്ന് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 14 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ ഹല്ലേലൂയ നാം ഒരുമിച്ച് വായിക്കാനായിട്ട് ആമേൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 14 മുതൽ 34 വരെ. പുതിയ നിയമത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 22:14 മുതൽ 34 വരെ. കിട്ടിയവരെല്ലാം അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റാട്ടെ. പ്രിയ സഹോദരി, ശബ്ദമുയർത്തി വായിക്കുമ്പോൾ ചേർന്ന് നിങ്ങൾക്ക് എത്രത്തോളം ശബ്ദമുയർത്തി ആ വാക്യം ചേർന്ന് വായിക്കാൻ പറ്റുമോ വായിക്കുക. സ്തോത്രം. ബൈബിൾ കൊണ്ടുവരാത്തവരുണ്ട്. സ്തോത്രം. അവരുടെ വീണ്ടും പറയുന്നു ബൈബിളുമായി വരിക. അത് ചുമക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. വേദപുസ്തകം ചുമക്കുന്നത് ഭാഗ്യമാണ്. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിൻ്റെ വചനങ്ങളെ ചുമക്കാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ. സ്തോത്രം. എല്ലാവർക്കും കിട്ടിയെന്ന വിശ്വാസത്തോടെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 14 മുതൽ 34 വരെ ഒരുമിച്ച് വായിച്ചാട്ടെ. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്തുകൊണ്ട്. നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു. ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും എന്ന് അവർ തമ്മിൽ ചോദിച്ചു തുടങ്ങി. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. അവനോ അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിലനിന്നവർ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു. നിങ്ങൾ എൻ്റെ രാജ്യത്തിൻ്റെ എൻ്റെ മേശങ്കൽ തിന്നു കുടിക്കുകയും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുകയും ചെയ്യും. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. അവൻ അവനോട്, കർത്താവേ, ഞാൻ നിന്നോട് കൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളി പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദയവായി എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നാട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഒരുമിച്ച് വായിക്കുന്നത് വലിയ സന്തോഷമാണ്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. കർത്താവ് സഹായിക്കട്ടെ. അതിൻ്റെ 24 മുതൽ ഉള്ള വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. അവനും അവരോട് പറഞ്ഞത്, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികളെന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. നമ്മൾ ഹല്ലേലൂയ വചനത്തിൽ നിന്ന് നമ്മൾ ഈ തിരുമേശയ്ക്കായി ഒരുങ്ങുമ്പോൾ ചില കാര്യങ്ങൾ വേഗത്തിൽ ഹല്ലേലൂയ ശാന്തമായി ചിന്തിച്ച് വളരെ ഒരുക്കത്തോടെ സന്തോഷമുള്ള ഹൃദയത്തോടെ നമ്മൾ കർത്താവിലേക്ക് അടുത്തു വരാൻ ഇഷ്ടപ്പെടുകയാണ്. ആമേൻ. സ്തോത്രം. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ കുറേ വാക്യങ്ങൾ വായിച്ചത് നമ്മളൊന്ന് ഹല്ലേലൂയ അറിയാൻ വേണ്ടിയിട്ടും മാത്രമല്ല, ദൈവസഭയ്ക്കകത്ത് ദൈവവചനം നമ്മൾ ഒരുമിച്ച് വായിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാകയാൽ ഇടയ്ക്കൊക്കെ അത് ചെയ്യുന്നത് നമുക്ക് സമയം പോലെ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ ഹല്ലേലൂയ ഉത്സാഹത്തോടെ വീട്ടിൽ ചെന്നും തുടർന്നും വായിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഇവിടെ ഹല്ലേലൂയ യേശു കർത്താവ് തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് നമുക്ക് വേണ്ടി, നമ്മുടെ പാപത്തിനു വേണ്ടി, മാനവരാശിയുടെ പാപത്തിനു വേണ്ടി മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ ആമേൻ ഹല്ലേലൂയ ഒരു കാര്യം, അല്ലെങ്കിൽ ശിഷ്യന്മാരുമായിട്ട് പെസഹ ഹല്ലേലൂയ ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യേശു കർത്താവ് പറഞ്ഞ ഭാഗമാണ് നമ്മൾ വായിച്ചത്. അവിടെ ഹല്ലേലൂയ ആമേൻ ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആഗ്രഹത്തെ, കർത്താവിൻ്റെ ആഗ്രഹത്തെ ശിഷ്യന്മാരുമായി പങ്കുവെക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ കർത്താവ് താൻ ഹല്ലേലൂയ കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പേ ആമേൻ ഈ പെസഹ ആമേൻ ആചരിക്കാൻ തക്കവണ്ണം ഇവരുമായിട്ട് ഒരുമിച്ച് ആ കൂട്ടായ്മ ആചരിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു എന്ന് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വായിച്ച ഭാഗത്ത്
തന്നെ അത് ഹല്ലേലൂയ കിടപ്പുണ്ട്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ ഈ യേശു കർത്താവ് ആഴമായിട്ട് ശിഷ്യരോട് പറയുക, എൻ്റെ കഷ്ടപ്പാടിന് മുമ്പ് അഥവാ ഞാൻ മരിക്കുന്നതിന് മുമ്പേ നിങ്ങളോടൊത്ത് ഈ കൂട്ടായ്മ ആചരിക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളൊന്ന് കയറണം. ഒത്തിരി കൂട്ടായ്മ ഹല്ലേലൂയ അവിടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിൽ തന്നെ എന്നെ അതിശയിപ്പിച്ച ഒരു ചിന്ത, കർത്താവ് ആ കൂട്ടായ്മ ആഗ്രഹിക്കുമ്പോൾ തന്നെ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന, കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന, കർത്താവിനെ വഞ്ചിക്കുന്ന യൂദ അവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഒരു അത്ഭുതകരമായ വിഷയം. അദ്ദേഹത്തെ ചേർത്ത് തന്നെയാണ് പറയുന്നത് ഈ പെസഹ ഞാൻ ആചരിക്കാൻ ഒത്തിരി വാഞ്ചിച്ചു എന്നുള്ളത്. സ്തോത്രം. അപ്പൊ ആ അനുഭവത്തിലും വാഞ്ചയോടെ ആ ശുശ്രൂഷയ്ക്കകത്ത് ഒരുമിച്ച് പങ്കെടുക്കാൻ, പ്രത്യേകിച്ച് ഈ ശിഷ്യരുമായിട്ട്, സാക്ഷാൽ ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവമായിരുന്നവൻ താൻ സ്നേഹിച്ച ശിഷ്യന്മാരുമായിട്ട് ആ കൂട്ടായ്മ കൊതിച്ച് ആ ആശയെ അവരോട് പറയുന്നു. സ്തോത്രം. ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പ് ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. സ്തോത്രം. അടുത്ത് പറയുന്നത് നമുക്ക് പ്രത്യാശ തരുന്ന വാക്കുകളാണ്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണേ. പ്രത്യാശ തരുന്ന വാക്കുകൾ. അവരുടെ മുഖത്ത് നോക്കി കർത്താവ് പറയുക, അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുമ്പോൾ ഞാൻ ഇനി അത് കഴിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവരാജ്യത്തിൽ ഇത് നിവൃത്തിയാകും. ഏത്? ഈ പെസഹ ദൈവരാജ്യത്തിൽ നിവൃത്തിയാകും. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മളെന്തോ ഹല്ലേലൂയ കുഞ്ഞുകളി കളിക്കുകയല്ല, വളരെ ഹല്ലേലൂയ ദൈവജനത്തിന് പ്രത്യാശ നൽകുന്ന വാക്കുകളാണ് യേശു കർത്താവ് പറഞ്ഞത്. അർത്ഥം, എൻ്റെ ക്രൂശ് മരണം കൊണ്ട് ഇത് തീരത്തില്ല, നിങ്ങളുടെ മരണം കൊണ്ട് ഇത് തീരത്തില്ല. നിങ്ങളുടെ മരണത്തിന്റെ അപ്പുറത്തും ഇതെന്ത് ചെയ്യും? തുടരും. നമ്മൾ സാക്ഷാലി ഒരുക്കി വച്ചിരിക്കുന്ന തിരുമേശ എന്ന് പറയുന്ന വിഷയത്തിന്റെ ആരംഭ ഭാഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്തോത്രം. അവിടെ യേശു കർത്താവ് പറയുന്ന ശിഷ്യന്മാരോട്, ഞാൻ ഒത്തിരി വാഞ്ചിച്ചു, ഈ കൂട്ടായ്മ ഞാൻ ഒത്തിരി വാഞ്ചിച്ചു, ആഗ്രഹിച്ചു നിങ്ങളോടൊപ്പം ഭക്ഷിക്കാൻ. ഹല്ലേലൂയ. ഞാൻ ആശിച്ചു. സ്തോത്രം. ഇനി അത് ഹല്ലേലൂയ ദൈവരാജ്യത്തിൽ വീണ്ടും സംഭവിക്കും. അതിന്റെ അർത്ഥം, ഇന്ന് ഹല്ലേലൂയ ഇത് അനുഭവിക്കുന്നവൻ ദൈവരാജ്യത്തിൽ യേശുവിനോട് കൂടെ ഇത് അനുഭവിക്കും. അത് നിങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇതിന്റെ അപ്പുറത്ത് എന്തോ ഉണ്ട് എന്ന ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കണം. ഇതിന്റെ അപ്പുറത്തുള്ളതിൽ തന്നെ നമ്മുടെ ഹൃദയം ഹല്ലേലൂയ ഉടക്കുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് പറയുക. സ്തോത്രം. അവിടെ കർത്താവ് ഹല്ലേലൂയ പറയുന്നത്, ശിഷ്യന്മാരോട് പറയുന്നതിന്റെ ദൂത് ഇതാണ്. സ്തോത്രം. മക്കളെ, അപ്പം നുറുങ്ങുന്നത് പോലെ ഞാൻ നുറുങ്ങാൻ പോകുക. അപ്പം നുറുങ്ങുന്നത് പോലെ എൻ്റെ ശരീരം നുറുക്കപ്പെടാൻ പോകുക. എൻ്റെ അവസാനത്തുള്ളി രക്തവും ചിന്തി ഞാൻ മരിക്കാൻ പോകുക. വലിയ പീഡ എനിക്ക് വരാൻ പോകുക. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ മാനവരാശിയുടെ പാപത്തിന് വേണ്ടി മരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു. ആ മരിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രതിഫലം, അല്ലെങ്കിൽ മരിക്കുന്നതിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, നിങ്ങൾക്കും എനിക്കും തമ്മിൽ നിത്യതയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകും. സ്തോത്രം. നമ്മൾ പ്രിയരെ, ഞാൻ പറയട്ടെ, യേശു കർത്താവ് നമുക്ക് വേണ്ടി യാഗമാകാതെയും യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിക്കാതെയും ഇരുന്നെങ്കിൽ നമുക്കൊരു ഹല്ലേലൂയ രക്ഷ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഈ പ്രതീക്ഷയുടെ ഹല്ലേലൂയ വചനങ്ങളോ ഈ തിരുമേശയുടെ അനുഭവങ്ങളോ സ്നാനമോ പ്രസംഗമോ ഒന്നിനും ഒരു പ്രസക്തിയില്ല. പക്ഷെ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചതോടെ, തന്റെ രക്തം നമുക്കായി ചിന്തി താൻ യാഗമായതോടെ മനുഷ്യന് തുറന്നു കിട്ടിയത് നിത്യതയുടെ പ്രവേശനമാണ്. അതുകൊണ്ടാണ് തന്റെ മരണത്തിന് മുമ്പ് തന്നോടുള്ള ശിഷ്യന്മാരോട് ഈ കൂട്ടായ്മയെ കുറിച്ച് പറഞ്ഞതും തന്റെ നുറുങ്ങുന്ന ശരീരത്തിന്റെ ഓർമ്മയ്ക്കായുള്ള ശുശ്രൂഷയെ കർത്താവ് സ്ഥാപിക്കുന്നതും. സ്തോത്രം. കർത്താവ് അതിന് മുന്നോടിയായി ചെയ്തതും. പക്ഷെ കർത്താവ് ഉറപ്പോടെ പറയുന്നു, സ്തോത്രം, നിത്യതയിൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളോടൊപ്പം വീണ്ടും ഭക്ഷിക്കും. അതുവരെ ഞാൻ, അതൊരു വായിച്ചാൽ വൈകാരികമായ കുറെ ചിന്തകളാണ് കർത്താവ് അവിടെ പറയുന്നത്. നമുക്കത് മനസ്സിലാകും. സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ ഈ തിരുമേശ എടുക്കും, മനസ്സിലാക്കണമേ, യേശു കർത്താവിന്റെ മരണമാണ് എന്നെ രക്ഷിച്ചതെന്ന ഒന്നാമത്തെ ശക്തമായ വിശ്വാസം നമ്മുടെ അകത്ത് വരണം. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ് എന്നെ ശുദ്ധീകരിച്ചത്. നമുക്കിങ്ങനെ ഇരിക്കാൻ യോഗ്യതയില്ല, ദൈവമേ എന്ന് വിളിക്കാൻ യോഗ്യതയില്ല, ദൈവത്തിന്റെ അടുക്കൽ വരുവാൻ നമുക്ക് യോഗ്യതയില്ല. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വരാനുള്ള യോഗ്യതയുള്ളവരല്ല നമ്മൾ. പരിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പാകെ നിൽപ്പാൻ, ഈ മൈക്കും പിടിച്ച് യേശുവിനെ ഉയർത്താനൊന്നും അർഹത ഉണ്ടായിരുന്നതല്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ രക്തം കൂടാതെ ദൈവസന്നിധിയിലേക്ക് മഹാപുരോഹിതന് പോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ആണ്ടുതോറും സ്തോത്രം, കാളകളെ ആട്ടുകൊറ്റനെയൊക്കെ അറുത്ത് അതിന്റെ രക്തവുമായി മനുഷ്യന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് മഹാപുരോഹിതൻ ചെന്ന് തന്റെ ശുദ്ധീകരണത്തിനുള്ളതും കഴിച്ച്, ജനത്തിന്റെ ശുദ്ധീകരണത്തിനുള്ളതും കഴിച്ച്, ഈ ഭയങ്കര ദൈവത്തോട് അടുത്തു വരാൻ പറ്റാതെ ജീവിച്ചിരുന്ന ഒരു സമയമുണ്ട്. ദൈവത്തോട് സംസാരിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ്, ദൈവശബ്ദം കേൾക്കണ്ടെന്ന് പറഞ്ഞ് ഓടി മറഞ്ഞ ജനത്തെ പഴയ നിയമത്തിൽ കാണാം. പക്ഷെ
നമ്മൾ ഇന്ന് മുട്ടുമടക്കി കർത്താവേ എന്നോട് സംസാരിക്കണമേ, അപ്പാ എന്നോട് സംസാരിക്കണമേ, നിന്റെ സാന്നിധ്യം ഇനി വേണം, നിന്നെ എനിക്ക് അടുത്തറിയണമെന്നൊക്കെ പറയുന്നതിന്റെ പുറകിൽ ക്രൂശ് മരണമാണെന്ന് മറന്നു പോകരുത്. സ്തോത്രം. കർത്താവിന്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിച്ചത്. അവിടെയാ നന്ദി വരുന്നത്, അവിടെയാ ദൈവത്തെ സ്നേഹിക്കുന്നത്. സ്തോത്രം. യേശു കർത്താവിന്റെ രക്തമാണ് നമ്മെ ശുദ്ധീകരിച്ചത്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരു പാപി ഇതിനകത്തുണ്ടോ? ആമേൻ. സ്തോത്രം. നിന്റെ പാപത്തെ കഴുകാൻ പറ്റുന്ന മറ്റൊന്നുമില്ല. യേശു കർത്താവിന്റെ രക്തത്തിന് മാത്രമേ കഴുകാൻ പറ്റത്തുള്ളൂ. രക്താംബരം പോലെ കടുംചുവപ്പായ പാപത്തെ ഹിമം പോലെയാക്കാൻ കഴിയുന്ന യേശുവിന്റെ രക്തം, അത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി ഇന്നും സംസാരിക്കുന്നു. മനുഷ്യന് പറ്റുന്ന ദോഷം, ആമേൻ, ഹല്ലേലൂയ, ഒരുവൻ പാപക്ഷമയ്ക്കായി രക്തം, ആമേൻ, ചിന്തി മരിച്ച്, ഹല്ലേലൂയ, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്, ആമേൻ, സ്തോത്രം, അവനിൽ ആശ്രയിക്കുന്നവരെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം മധ്യസ്ഥനായിരിക്കുമ്പോൾ, അവന്റെ രക്തം ഇന്നും സംസാരിക്കുമ്പോൾ, നീതീകരണത്തിനായി, പാപക്ഷമയ്ക്കായി, മോക്ഷപ്രാപ്തിക്കായി, ശുദ്ധീകരണത്തിനായി, ഹല്ലേലൂയ, അനേക ഇടങ്ങളിൽ ആമേൻ ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇരിക്കുന്നവരും തിരിച്ചറിയണമേ, നിന്നെ ശുദ്ധീകരിച്ചത് യേശുവിന്റെ രക്തം മാത്രമാണ്. അതിന് മറ്റൊരു അവകാശമില്ല, ഒരു നീതി പ്രവൃത്തിയില്ല, നീ ചെയ്ത ഒരു നന്മയും നിന്നെ വിശുദ്ധനാക്കിയിട്ടില്ല. നിന്നെ വിശുദ്ധീകരിച്ചത് യേശു കർത്താവിന്റെ വിലയേറിയ രക്തം മാത്രമാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. അതല്ലാതെ മറ്റൊരു യോഗ്യത നമ്മുടെ ജീവിതത്തിലില്ല. അതല്ലാതെ ദൈവം മുമ്പാകെ നിൽപ്പാൻ ഒരു യോഗ്യതയില്ല. നിത്യത എന്ന് പറയാൻ, സ്വർഗം എന്ന് പറയാൻ, സമാധാനവും സന്തോഷവും എന്നൊക്കെ പറയാൻ, അവകാശമായി എന്തെങ്കിലും പറയാൻ പറ്റുന്നത്, ആമേൻ, കൊടും പാപിയായിരുന്ന, അഥവാ രക്താംബരം പോലെ കടും ചുവപ്പായ പാപമുണ്ടായിരുന്ന എന്നെ, ആമേൻ, ഹിമം പോലെ പഞ്ഞി പോലെ വെളുപ്പിച്ചത് എൻ്റെ യേശു കർത്താവിൻ്റെ രക്തമാണ്. ഞാൻ നിത്യതയിൽ എത്തുന്നെങ്കിൽ അതിന് ആധാരം യേശു കർത്താവിൻ്റെ രക്തമാണ്, യേശു കർത്താവിൻ്റെ ജീവനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്ര പേർക്ക് അതിനകത്ത് സന്തോഷമുണ്ട്? നമുക്ക് പലപ്പോഴും അതിനകത്ത് സന്തോഷം വരത്തില്ല. കാരണം നമ്മുടെ വിശ്വാസം തന്നെ, ഹല്ലേലൂയ, ആമേൻ, ക്രിസ്തുവിലാണോ എന്ന് സംശയം വരുന്ന, അഥവാ ഹല്ലേലൂയ, യഥാർത്ഥമായ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ വിശ്വസിക്കുന്നത് പോലും സംശയം വരുന്ന അളവിൽ നമ്മുടെ പ്രവർത്തികൾ പലപ്പോഴും കാണാൻ പറ്റും. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. സ്തോത്രം. നമുക്ക് എന്തുകൊണ്ട് ആത്മീയ കർത്താവിനെ ആഴമായി സ്നേഹിക്കാൻ പറ്റുന്നില്ല? നിങ്ങൾ പറ, ഹല്ലേലൂയ. നമ്മളൊക്കെ ഇവിടെ രക്തദാനമൊക്കെ നടത്തിയിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ? രക്തദാനം, മഹാദാനം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യുന്നവർ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നല്ലതൊക്കെ ചെയ്യുന്നല്ലോ. സ്തോത്രം. കർത്താവ് എന്തേലും പറയുന്നുണ്ടോ? ആമേൻ. അവസാനത്തുള്ള രക്തം വരെയും തന്നത് എന്നെ സ്നേഹിച്ചിട്ടാണ്, എന്നെ സ്നേഹിച്ചിട്ടാണ്. ഞാൻ അവകാശമായി ഒന്നും പറഞ്ഞില്ല. എൻ്റെ ഹല്ലേലൂയ ആരും അല്ലായിരുന്നു, ദൈവമാണ്. പക്ഷെ നമുക്ക് ബന്ധമില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നിമിത്തം അവൻ തന്നത് അവൻ്റെ ജീവനെയും അവസാനത്തുള്ള രക്തത്തെയുമാണ്. സ്തോത്രം. അതാണ് വീണ്ടെടുപ്പിന് കൊടുത്ത വില. അതിൽ ആമേൻ, ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവന് യേശുവിനോട് അടുത്തിരിക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വീണ്ടെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റം വന്നിരിക്കും. അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ആയില്ലെങ്കിൽ ഒരു മാറ്റവും വരത്തില്ല. പള്ളിയിലൊക്കെ കാണും, മാറ്റം വരത്തില്ല. പഴയത് കഴിഞ്ഞു പോകും. കർത്താവിന്റെ രക്തം, ദൈവമേ, ഓരോ നിമിഷം ഓർക്കണം. ഈ നിമിഷം കർത്താവ് വന്നാൽ, ഈ നിമിഷം മരണം സംഭവിച്ചാൽ എന്തുകൊണ്ട് നീ സ്വർഗത്തിൽ പോകും? എന്തുകൊണ്ട് നിനക്കൊരു പ്രാഗൽഭ്യം വന്നു? എന്തുകൊണ്ടാ പാടി ആരാധിക്കുന്നത്? കർത്താവിന്റെ ആമേൻ രക്തമാണ്. സ്തോത്രം. കർത്താവിന്റെ രക്തം മറവിലയായി തന്നതുകൊണ്ട് എന്നെ അവൻ കഴുകി എന്ന വിശ്വാസം. ഇപ്പോഴും വചനം എന്താ നമ്മോട് പറയുന്നു? ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ വലത്തു ഭാഗത്തുണ്ട്. അവൻ നമ്മുടെ പാപത്തിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് പരിഹാരമാണ്. ഇത് ഹല്ലേലൂയ, പാപം ചെയ്തിട്ട് രക്തത്താൽ കഴുകണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഉടായിപ്പ് ക്രിസ്ത്യാനിക്കുള്ള വാക്യമല്ല. സ്തോത്രം. അത് ഹല്ലേലൂയ, ദൈവം ക്ഷമിക്കുന്ന അവന്റെ കൃപയാ. മറിച്ച് ആമേൻ, ഹല്ലേലൂയ, അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയോടെ നിത്യതയിലെത്തണമെന്ന് ആവലോടെ വെമ്പൽ കൊള്ളുന്ന, ആമേൻ, ഒരു പോർക്കളത്തിൽ നിൽക്കുന്ന ഭക്തന് കരുത്ത് പകരുന്ന വാക്യമാണത്. അവനെ ഉറപ്പിക്കുന്ന വാക്യമാണ്. ഹല്ലേലൂയ. അവന് നിലനിൽപ്പാൻ, പിശാചിനോട് പോരാടാൻ, ശത്രുവിനെ ജയിച്ചു മുന്നേറാൻ അവന്റെ അകത്ത് കരുത്ത് കൊടുക്കുന്ന വാക്യമാണ്. സ്തോത്രം. നമുക്ക് അവിടെയും ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, വെറുതെ ഹല്ലേലൂയ ചെയ്തിട്ട് ഈ ഒരു വാക്യം എടുത്തു വെച്ച് നമ്മൾ പറയുന്നു ക്ഷമിക്കത്തില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു, തെറ്റിദ്ധരിക്കരുത്. പക്ഷേ മനഃപൂർവ്വമായി ചെയ്തിട്ട് വീണ്ടും വീണ്ടും വന്ന് നമ്മൾ പറയും, അതിനല്ല ആ വാക്യം. മറിച്ച് ഈ പോർക്കളത്തിൽ ഇടറുമ്പോൾ, ഈ പോർക്കളത്തിലെ ആമേൻ ഹല്ലേലൂയ പിശാച് പരാജയപ്പെടുത്തുന്ന മുഖത്ത് നോക്കി വെല്ലുവിളിക്കുമ്പോൾ, ആമേൻ സ്തോത്രം, വീഴ്ചകളും താഴ്ചകളെയും പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ പോരാടി നിൽക്കുന്നവനെതിരെ പിശാച് സംസാരിക്കുമ്പോൾ അവന് കരുത്ത് പകരുന്ന വചനമാത്. അവനകത്ത് ബലം തരുന്ന വചനമാത്.
ഇന്ന് പകലും അതുകൊണ്ട് ആ രക്തത്തിൽ ആശ്രയിച്ച് ഒരു വലിയ കഴുകൽ പ്രാപിച്ച് ദൈവസന്നിധിയിൽ നിൽക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഹല്ലേലൂയ ജയിപ്പാനായിട്ട് ദൈവം കൃപ തരും. ഹല്ലേലൂയ. നല്ല കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ശബ്ദം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. നമ്മെ വിശുദ്ധീകരിക്കാൻ മറ്റൊരു വഴിയിൽ ആരും തേടരുതേ. സ്തോത്രം. എന്തൊക്കെയോ പ്രവൃത്തികളുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഹല്ലേലൂയ നീതീകരണം ചിന്തിക്കരുതേ. അതിന്റെ വില മറ്റൊന്നിനും ദൈവം കൊടുക്കച്ചില്ല. അത് ഹല്ലേലൂയ കർത്താവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആശ്രയിച്ച് ആ രക്തത്താൽ ഹല്ലേലൂയ ശുദ്ധീകരണം പ്രാപിച്ച് ഓരോ നിമിഷവും ഒരുങ്ങാൻ പറ്റിയാൽ അത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇവിടെ ആമേൻ സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ ഈ വചനം ഞാൻ പറയുന്നത് ഗ്രഹിച്ചാൽ ഓരോ സഹോദരന്മാർക്കും ബോധ്യം വരും, ഞാൻ ഇങ്ങനെ യേശുവിനെ സ്നേഹിച്ചാൽ പോരാ, അല്ലയോ? അകത്ത് കയറിയ ഞാൻ എപ്പോഴും പറയും, അറിവുണ്ട് നമുക്ക്, പക്ഷെ തിരിച്ചറിവില്ല. വചനത്തെ അറിയാം, കർത്താവിനെ അറിയാം, തിരിച്ചറിവ് നഷ്ടപ്പെടുക. യഥാർത്ഥമായ ബോധ്യം നമ്മുടെ അകത്തില്ല. സ്തോത്രം. നമ്മൾ ഒരിക്കലും അഭിനയിക്കരുതേ. യഥാർത്ഥമായിട്ടുള്ളത് യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ പറയാം, ദൈവമേ കുറച്ച് ഞാൻ ഇത്രയും സ്നേഹിച്ചാൽ പോരാ, കുറച്ചുകൂടെ എനിക്ക് ദൈവത്തെ സ്നേഹം. അങ്ങനെയൊക്കെ ചിന്ത വരുന്ന എത്ര പേരാ ഉള്ളേ? സ്തോത്രം. ഞാൻ ഇത്രയും എനിക്ക് വേണ്ടി വില തന്ന ദൈവത്തെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നില്ല. എന്തൊക്കെയോ ചെയ്യുമെന്ന് പറയുമ്പോൾ യഥാർത്ഥമായി വചനം പ്രസംഗിക്കുന്ന എൻ്റെ അകത്ത് എനിക്കറിയാം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ആയിട്ടില്ല എന്നുള്ളേ. സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ ദൈവ സ്നേഹം എന്നൊക്കെ പറയുന്നത് കുറയരുത്, വർദ്ധിച്ചു വർദ്ധിച്ചു വരണം. സ്നേഹം കുറയുന്നത് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കുറച്ചൊന്ന് കുറഞ്ഞെങ്കിൽ, എൻ്റെ ഭാര്യയുടെ സ്നേഹം, എൻ്റെ മക്കളുടെ സ്നേഹം ഒന്ന് കുറഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം. കിട്ടുന്നില്ല കിട്ടുന്നില്ല, ഇങ്ങനെ എന്നെ മനസ്സിലാക്കുന്നില്ല, അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല, പിള്ളേരെയൊക്കെ ഞാൻ എന്തോരം സ്നേഹിച്ചു, അപ്പൻ്റെ വേദന അവൾ അറിയുന്നില്ല, ഇങ്ങനത്തെ പരാതിയല്ലേ ഉള്ളൂ. മകളിൽ ജീവൻ തന്ന ഒരു അപ്പനും അതുപോലെ ഇരിപ്പുണ്ടെന്ന് തിരിച്ചറിയണം. സ്തോത്രം. പ്രതീക്ഷിക്കുന്നുണ്ട് സ്നേഹം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തോട് പറയണം, കർത്താവേ ഞാൻ കുറച്ചുകൂടെ നിന്നെ സ്നേഹിക്കും. ഇന്ന് പറയണം, കർത്താവേ കുറച്ചുകൂടെ ഞാൻ നിന്നെ, കാരണം അതിന്റെ ഗൗരവത്തിലേക്ക് നമ്മളെ പലപ്പോഴും പിശാച് വഴിതിരിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ചിന്തകൾ വഴിതിരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് അകലച്ചക്കവണ്ണം പിശാച് പലതും ചെയ്യുന്നുണ്ട്. ഒരിക്കലും അനുവദിക്കരുത്. സ്തോത്രം. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കണം. കാരണം ആമേൻ ഹല്ലേലൂയ അവൻ നമ്മെ സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചില്ല, ആരും സ്നേഹിച്ചിട്ടില്ല. ആ സ്നേഹം ഒന്ന് അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിട്ടുമാറാൻ പറ്റും? അപ്പൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞാലും പറയും യേശുവിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല, കർത്താവിനെ വിട്ടുമാറാൻ പറ്റത്തില്ല. സ്തോത്രം. ആമേൻ. നമ്മളൊക്കെ പറയുന്നത് എന്നതാ, പ്രാർത്ഥിച്ചിട്ട് രോഗം വന്നില്ലേ, പ്രാർത്ഥിച്ചിട്ട് ദുരന്തമല്ലേ, പ്രാർത്ഥിച്ചിട്ട് ഇന്നതല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയുമ്പോൾ മറക്കുന്ന ഒരു സത്യമുണ്ട്. സ്തോത്രം. നിന്റെ വീണ്ടെടുപ്പിനായി വില തന്നു കഴിഞ്ഞു, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം ചെയ്ത് തന്നു കഴിഞ്ഞു. സ്തോത്രം. ഈ ഭൂമിയിലെ ഒരു നന്മയെ കുറിച്ച് നന്ദി പറയണ്ട, പക്ഷെ നിന്റെ വീണ്ടെടുപ്പിന് നിത്യ നരകത്തിൽ കത്തി അമരേണ്ട ഇടത്ത് ആമേൻ സ്തോത്രം നിത്യ സ്വർഗം ഒരുക്കി അതിനുവേണ്ടി ജീവൻ തന്ന് കാത്തിരിക്കുക. എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ വരും. സ്തോത്രം. ഈ വന്നിരുന്ന് എടുക്കുന്നില്ലേ, ഇവർ എന്റെ അടുക്കൽ വരും, ഞാനും അവരുമായി ഒരുമിച്ച കൂട്ടായ്മ. അത് കൊതിക്കുന്ന ഒരു ദൈവം. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവ് വൈകാരികമായിട്ട് പറയുക, എന്റെ മരണത്തിന് മുമ്പ് ഈ കൂട്ടായ്മ ഞാൻ കൊതിച്ചു. ആഗ്രഹം പറയുക ശിഷ്യന്മാരോട്, കൊതിച്ചു, ഒരു യൂത ഉണ്ടായിട്ട് പോലെ. ഞാൻ ചോദിക്കട്ടെ, എത്ര പേരാ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രമാണം അനുഷ്ഠിക്കുന്നു എന്നതിന് ഉപരി ഈ യേശുമായുള്ള കൂട്ടായ്മ എനിക്കില്ലാതിരിക്കാൻ പറ്റത്തില്ല എന്ന ചിന്തയോടെ ഇതിന്റെ മുമ്പ് മുട്ടുകുത്തുന്നേ? സ്തോത്രം. ഞാൻ കുറ്റമായിട്ട് പറയുകയല്ല, നമ്മൾ ശോധന ചെയ്ത് നോക്കിയേ. യേശു കർത്താവ് പറയുന്നത്, ഞാൻ വാഞ്ചിച്ചു നിങ്ങളുമായുള്ള കൂട്ടായ്മ, നിങ്ങളുമായുള്ള കൂട്ടായ്മ എന്റെ മരണത്തിനു മുമ്പേ കൊതിക്കുക. അത് ശിഷ്യരോട് പറയുക. എന്റെ ചോദ്യം, നമ്മള് സത്യസന്ധമായി പറഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി മരിച്ചത് നമുക്കറിയാം, സഹിച്ച പങ്കപ്പാട് അറിയാം. ആ ശരീരം ഇങ്ങനെ അപ്പം നുറുങ്ങിയതുപോലെ ചിതറിപ്പോയി അല്ലേ? കണ്ടാൽ ആളല്ലാന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ടു, അടിച്ച് തകർത്ത ശരീരം. അതറിഞ്ഞ കർത്താവ് അതിനെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞു. അതല്ലേ നമ്മൾ ചെയ്യുന്നേ? ഞാൻ പറയട്ടെ, ഇത് നമ്മളൊരു ആചരിക്കുന്നു എന്നതിനപ്പുറം യേശു പറഞ്ഞതുപോലെ എന്റെ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ഞാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞ് എത്ര പേര് അതിന്റെ യാഥാർത്ഥ്യ ആത്മീയതയിൽ ഇതെടുക്കുന്ന എത്ര പേരാ ഉള്ളേ? സ്തോത്രം. അതൊരു വൈകാരികമായിട്ട് മാറുന്ന എത്ര പേരാ ഉള്ളേ? വളരെ ചുരുക്കം പേരായിരിക്കും. സ്തോത്രം. പക്ഷെ കർത്താവ് കൊതിക്കുന്നു നീയും ഞാനുമായിട്ടുള്ള കൂട്ടായ്മ കർത്താവിന് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ, യാഥാർത്ഥ്യ ബോധ്യത്തോടെ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നീ മുട്ടുമടക്കുമ്പോ സ്വർഗത്തിലെ ദൈവം കർത്താവ് അവിടെ ഇരുന്നു കൊണ്ട് നമ്മളെ കാത്തിരിക്കുകയല്ലേ എങ്കിൽ? എന്നെ ഒന്നും മിണ്ടാച്ചേ. ഒന്നവരിഞ്ഞ് വന്നെങ്കിൽ ഒരുമിച്ചൊരു പെസഹ,
ആ സന്തോഷത്തിന്റെ അനുഭവം കർത്താവ് കൊതിക്കുന്നുണ്ട്. നമുക്കൊരു വാഞ്ച ഇതിനകത്ത് വരണം. നമുക്കൊരു വാഞ്ച ഇതിനകത്ത് വരണം. നമ്മുടെയൊക്കെ ഇരിപ്പ്, നമ്മുടെ ഭാവവും കണ്ടു കഴിഞ്ഞാല് കർത്താവ് നീ അന്ന് മരിച്ചത് ഒത്തില്ല, ആദ്യം മരിച്ചത് ഒത്തില്ല എന്നുള്ള ഭാവം. കാരണം നമ്മൾ വിചാരിച്ച പോലത്തെ വിടുതലൊന്നും കിട്ടുന്നില്ല. ഒന്നുകൂടെ മരിക്കാൻ പറ്റുമോ? നമ്മൾ എത്ര ആശിച്ച വിടുതലായില്ല. ഒന്നുകൂടെ മരിച്ചാൽ കുറച്ചുകൂടെ വിടുതലെടുക്കാൻ പറ്റിയ കൊള്ളാന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. സ്തോത്രം. വീണ്ടും വീണ്ടും പുള്ളിയെ ക്രൂശിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. ആഴമായി സ്നേഹിക്കണം, ആഴമായി കർത്താവിനെ സ്നേഹിക്കണം. കൊതിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ വരണം. ഭയങ്കര ആഗ്രഹം, യേശുവുമായുള്ള കൂട്ടായ്മ. ബൈബിളിൽ പലയിടത്ത് നമ്മളെ വിളിച്ചത് തന്നെ എന്തിനാ? പിതാവായ ദൈവം വിളിച്ചത് അവന്റെ പുത്രന്റെ കൂട്ടായ്മയിലേക്ക്, യേശുവുമായുള്ള കൂട്ടായ്മയിലേക്ക്. ആ കൂട്ടായ്മയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭയ്ക്ക്. കൂട്ടായ്മയാണ് നഷ്ടപ്പെടുന്നത്, കൂട്ടായ്മ ചിതറിച്ച് കളയുന്നേ. അത് ദൈവം ഏറ്റവും ആശിക്കുന്നത് ആ കൂട്ടായ്മ, ഒറ്റ ശരീരം. ദൈവം പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള ഹല്ലേലൂയ വിശുദ്ധരായ ജനത്തോടൊപ്പം ഒരുമിച്ചുള്ള ആമേൻ ഹല്ലേലൂയ ആ ശുശ്രൂഷയാണ്. സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ശിഷ്യന്മാരോട് പറയുക, എന്നെ ശ്രദ്ധിച്ചാണോ ഇരിക്കുന്നത്? ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഈ പോക്കാണെങ്കിൽ നിങ്ങളുടെ മുഖമൊക്കെ വാടും. ആമേൻ ആമേൻ. വളരെ ശ്രദ്ധിക്കണേ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണ്? അത് നമ്മൾ ഉറപ്പിച്ചിരിക്കണം. ഈ സന്ദേശം തീരുമ്പോൾ നമ്മൾ ഉറപ്പിച്ചിരിക്കണം. സ്തോത്രം. ശിഷ്യന്മാരോട് പറയുക, ഞാൻ തകർക്കപ്പെടാൻ പോവുക, ഞാൻ മരിക്കാൻ പോവുക. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്ത് ചെയ്യണം? നിങ്ങളോടൊപ്പം ഈ എന്ത് ചെയ്യണം? മേശ എനിക്ക് അനുഭവിക്കണം. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു, അങ്ങനെ ഒരുക്കി. അന്നേരം യവന്മാരെ ഹല്ലേലൂയ ആ അവസ്ഥ നിങ്ങൾ കാണും. ഒരുത്തം ഒറ്റാ നിൽക്കുക. സ്തോത്രം. കർത്താവ് പറഞ്ഞു, എന്നെ ഒറ്റുന്നത് ആരെന്ന് എനിക്കറിയാം. ആമേൻ. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു. വളരെ വൈകാരികമായിട്ട് കർത്താവ് ദൂത് പറയുമ്പോൾ അവന്മാർ തിരിച്ചു ചോദിച്ച ചോദ്യമാണ് ഞാൻ 24 വായിച്ചത്. കർത്താവ് പറയാം, ഞാൻ മരിക്കാൻ പോവുക, നിങ്ങൾക്ക് വേണ്ടി തകരാൻ പോവുക, അതിനു മുമ്പ് ഞാൻ അവസാനം ആ കൂട്ടായ്മ കൊതിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മളും അവരൊക്കെ ഒരുപോലെയാ. 24ാമത്തെ വാക്യം കണ്ടോ? ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാകുന്നു വലിയവൻ? നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചിന്തയാ. ഇനി എന്നെ നോക്കിയിരുന്നാൽ മതി. സ്തോത്രം. യേശു പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ പോവാടാ, തകരാൻ പോവുക. അതിനു മുമ്പ് ഒരു പെസക നിങ്ങളുമായിട്ട് ആചരിക്കണം. എല്ലാം ശരിയാ കർത്താവ്. പെസകയൊക്കെ നുറുക്കി കൊടുത്തു, കുറെ കാര്യങ്ങളൊക്കെ കർത്താവ് സംസാരിച്ചു. ആ പെസക എടുത്തേച്ച് നേരെ കർത്താവിന്റെ മുഖത്ത് നോക്കി ചോദിക്കുക, നമ്മളിൽ ആരാ വലിയവൻ? അപ്പൊ യേശു പറയാ, എടാ പത്രോസ്, അങ്ങനെയല്ല, ഞാൻ മരിക്കാൻ പോവാ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആരാ വലിയവൻ? നിങ്ങൾ ശ്രദ്ധിച്ചോ? കണ്ണീച്ചോര ഇല്ലാത്ത ഡയലോഗ്. ഞാൻ അതാ പറഞ്ഞു, ഇനി എന്നെ ആഴത്തിലോട്ട് ഇറക്കരുത്. ഈ കർത്തൃമേശ എടുക്കാൻ പോവാ, ശോധന ചെയ്തേ. ശോധനം. അവർക്കറിയേണ്ടത് യേശുവിന്റെ മരണമല്ല. അവര് പറയുന്നത് യേശുവിന്റെ രക്തം ചിന്തലും യേശു തകരുന്നതും സഹിക്കാൻ പോകുന്ന കഷ്ടമൊന്നുമല്ല അവരുടെ വിഷയം. കർത്താവ് പറയുക, കൂടെ നടന്നവൻ, കൊണ്ടു നടന്നവൻ, സ്നേഹിച്ചവൻ, യോഗ്യതയില്ലാത്തടുത്ത് തിരഞ്ഞെടുത്ത കർത്താവ് പറയുക, ഞാൻ മരിക്കാൻ പോവാ. അവർക്കറിയേണ്ടത് ഞങ്ങളവൻ അല്ലടാ, ഞങ്ങള് നീ നിത്യതയിൽ വന്നിട്ട് ഒരു പെസക, ഇവിടത്തെ കാര്യം പറ, ആരാ വലിയവൻ? അതൊരു വല്ലാത്ത പ്രശ്നമല്ലേ അത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ തിരുമേശ കർത്താവിനെ സ്നേഹിച്ച് നമ്മൾ ഒരു ശരീരമായി ഈ തിരുമേശ എടുക്കുമ്പോ നമ്മളെ കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കുന്നേ? സ്തോത്രം. ചിരിമായരുതേ, സന്തോഷമായരുതേ. നമ്മുടെ ബന്ധം എങ്ങനെയാ? നമുക്ക് ഇങ്ങനത്തെ കുറെ ലൗകിക കാര്യങ്ങളാണോ അറിയേണ്ടത്? നമ്മുടെ ഹല്ലേലൂയ കർത്താവ് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്ന ചിന്തയിൽ ഈ തിരുമേശ എടുക്കുമ്പോഴും ആ സ്നേഹത്തിൽ കർത്താവിനായി ഓടുമ്പോഴും ഈ ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തയാണോ ദൈവത്തോട് സംസാരിക്കാനുള്ളത്? ഒരിക്കലെങ്കിലും ഈ നന്മയെ ഓർത്ത് കർത്താവിന് നന്ദി പറയാൻ പറ്റണം. കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നു എന്ന് പറയണം. കർത്താവിന് നിന്നെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറയാൻ പറ്റണം. നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് പറയാൻ പറ്റണം. ജീവിച്ച് കാണിക്കണം. ഇവിടെ ഹല്ലേലൂയ വലിയ ചോദ്യം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഞങ്ങളിൽ ആരാണ് ഹല്ലേലൂയ വലിയവൻ? സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ കൂട്ടത്തിൽ ആമേൻ 12 പേര്, അതിലൊന്ന് ആമേൻ സ്തോത്രം ഇനിയിപ്പോ പോകും. അതൊന്നും അവർക്ക് അറിയത്തില്ല, കർത്താവ് പറഞ്ഞാലും ഗ്രഹിച്ചില്ല. പക്ഷെ അവർക്കറിയണം. കർത്താവ് പറയട്ടെ, ഞാൻ മരിക്കാൻ പോണെന്നാ ഞാൻ പറഞ്ഞേ. ഇച്ചിരി കഴിഞ്ഞ് എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ഇനി കുറെ സമയം കഴിഞ്ഞ് കാണും. അതൊക്കെ ഗൗരവമുള്ള കാര്യമാണ് പറയുന്നേ. ആ ഗൗരവമുള്ള കാര്യം പറയും. ഇവർക്ക് എങ്ങനെ ചോദിക്കാൻ തോന്നുന്നേ? അപ്പൊ കർത്താവിനെ വേണോ? നീ എങ്ങോട്ടേലും പോണെങ്കിൽ പൊക്കോ, പക്ഷെ ഇതിനകത്ത് ആരാണ് വലിയവൻ? സ്തോത്രം. നിങ്ങളുടെ നിശബ്ദതയ്ക്കായി സ്തോത്രം. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഹൃദയം എങ്ങനെയാ? പരമാർത്ഥ മനസ്സിൽ നിന്നുകൊണ്ട് ഉണരണം,
യേശുവിനോടുള്ള സ്നേഹം എങ്ങനെയാ? ഞാൻ പറയട്ടെ, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്കോ ഭൗതികതയ്ക്കോ സ്തോത്രം, ഈ ലോകത്തിലെ എന്തിനെങ്കിലും വേണ്ടിയാണ് നീ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ അത് തകരാറാ. മറിച്ച് ജീവൻ എന്ന കർത്താവിനെ ആ നിലകളിൽ സ്നേഹിച്ച് നീ കൊടുക്കേണ്ടത് അവന് കൊടുത്താൽ അവനിൽ നിന്ന് നിന്നിലേക്ക് വരേണ്ട സകല ആത്മീക ഭൗതിക നന്മകളും വരും. അത് നീ ചോദിക്കുന്നവന് സന്തോഷമാ, കർത്താവിന് സന്തോഷം. അങ്ങനെയുള്ളവർ യേശുപ്പ എന്റെ കാര്യം എന്തായി, എന്റെ വേദന നീ കാണുന്നില്ലേ എന്നൊക്കെ പറയുമ്പോ സന്തോഷം, മോനെ ഞാൻ കാണുന്നുണ്ടെന്ന് പറയും. കർത്താവ് കൊതിക്കുക. സ്തോത്രം. ഇവിടെ അവരെന്താ പറയേണ്ടത്? കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കാം, അല്ലെ? മാനുഷികമായി പറയേണ്ടത് എന്നതാ? ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങൾ കൂടെ ഉണ്ട്. സ്തോത്രം. അങ്ങനെ ഒരു സഹനം പിതാവിന്റെ ഇഷ്ടമെങ്കിൽ അത് നടക്കണം എന്നൊക്കെയല്ലേ? പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു കേട്ടോ. അത് ഇത്രയും ഗൗരവത്തോടെ മരണം പറയുമ്പോ നമ്മളെ നാട്ടിൻപുറത്ത് നമുക്ക് അറിഞ്ഞൂടെ? അപ്പം മരിക്കാൻ കിടക്ക, ഇപ്പൊ കണ്ണടയും ശ്വാസം പോകുന്നുണ്ട് കഴിഞ്ഞാൽ എടാ റോഡ് സൈഡിലാക്കാണ് മോക്കം മോന. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ഒരുപാട് തർക്കം. ചിലരൊക്കെ കമന്നുണ്ട്. ഇടയ്ക്കൊരു പാസ്റ്റർ പറഞ്ഞു, കമന്ന് വിഴുന്ന് നെഞ്ചത്തടഞ്ഞ് അപ്പാ എനിക്കിനി ആരുണ്ട് എന്ന് പറഞ്ഞ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലും ആരുണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് മുത്തമൊക്കെ കൊടുത്തിട്ട് അയാൾ പറഞ്ഞ് എഴുന്നേറ്റപ്പോ കൈ കിടന്ന മോതിരം ഊരിക്കൊണ്ട എഴുന്നേറ്റത്. സ്തോത്രം. അങ്ങനത്തെ സ്നേഹങ്ങൾ, സ്തോത്രം, അങ്ങനത്തെ സ്നേഹം, ഓരോ ഉടായിപ്പ് സ്നേഹങ്ങൾ. കർത്താവിനോട് അത് കാണിക്കരുതേ, കർത്താവിനോട് അങ്ങനെ കാണിക്കരുത്. സ്തോത്രം. കർത്താവിനോടുള്ള സ്നേഹം യഥാർത്ഥമായിരിക്കണം. കർത്താവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ പറ്റുന്ന അളവിലേക്ക്, വാക്കിലാലല്ല പ്രവർത്തിയാൽ ജീവൻ ത്യജിക്കുന്ന അളവിലേക്ക് നമ്മുടെ സ്നേഹം വളർന്നാൽ സന്തോഷമാണ്. ഒന്നുകൂടെ കർത്താവിനൊന്ന് സ്തുതിച്ചേ. അങ്ങനെ സ്നേഹിക്കുമോ നിങ്ങള്? അമ്മയെന്ന്. സ്തോത്രം. നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ അങ്ങനെ? നിങ്ങൾ അതിനകത്തൊന്ന് ശ്രദ്ധിച്ചേ. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹം നമുക്ക് ഹല്ലേലൂയ കൊടുക്കാൻ പറ്റണം കർത്താവിന്. സ്തോത്രം. ആരൊക്കെയോ ഹല്ലേലൂയ ഈ ദൂതിന്റെ മുമ്പിൽ പരിവർത്തനത്തിലേക്ക് വരുന്നെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. ഞാനും അങ്ങനെയാണല്ലോ പലപ്പോഴും. ഇന്നിപ്പോ ഈ തിരുമേശയിലേക്ക് വരുമ്പോഴും ആ വാഞ്ചയോടെ അല്ലല്ലോ എന്നൊക്കെ തോന്നിയാൽ അത് സന്തോഷമാണ്. യഥാർത്ഥമായ ദൈവസ്നേഹം വലിയ പരിവർത്തനത്തിലേക്ക് നടത്തും. കർത്താവ് ഹല്ലേലൂയ അവർക്ക് മറുപടി കൊടുത്തു. കർത്താവ് ഹല്ലേലൂയ മറുപടി ഹല്ലേലൂയ കൊടുത്തത് ഞാനത് ഒത്തിരി വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ നിങ്ങളത് ശ്രദ്ധിച്ചേ. അവനും അവരോട് പറഞ്ഞത് 25-ാമത്തെ വാക്യം, ജാതികളുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേൽ അധികാരം നടത്തുന്ന ഒരു ഉപകാരികളെന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവരോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു, അല്ലേ? സ്തോത്രം. നിങ്ങൾ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ വാക്കുകൾ ഒന്ന് മുഖവിലേക്ക് എടുക്കാൻ പറ്റിയാൽ അവിടെയാണ് നമുക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞത് വചനവുമായിട്ട് തിരിച്ചറിവ് നഷ്ടപ്പെട്ടത്. അടുത്ത കർത്താവ് സ്നേഹത്തോടെ ശിഷ്യന്മാരോട് സംസാരിക്കുക അടുത്ത്. പക്ഷെ ഇവിടെ ഹല്ലേലൂയ ജാതികൾ അവർ അധികാരികൾ അവരെ കർത്തൃത്വം നടത്തി. ഞാൻ അവസാനം പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ അവസാനം വിശദീകരിക്കാം ആ ഭാഗം മറ്റൊരു ഭാഗത്ത് വരുമ്പോൾ. ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങൾ അങ്ങനെ ആകരുത്. ആര് വലിയവൻ ആര് ചെറിയവൻ എന്ന ചിന്ത നിങ്ങളുടെ അകത്ത് വരരുത്. സ്തോത്രം. മക്കളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണേ. സ്തോത്രം. ആര് വലിയവൻ ആര് ചെറിയവൻ എന്ന ചിന്ത വരരുത്. ഇത് പക്ഷെ എല്ലാ കാലത്തും എല്ലാ മനുഷ്യരുടെ അകത്തും ഭരിക്കുന്ന വിഷയമാണ്. സ്തോത്രം. അവിടെ ഹല്ലേലൂയ കർത്താവ് പറയുന്നത് സ്തോത്രം, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നവനെ പോലെയും ആകട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ ആഗ്രഹം അതാണ്, അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം അതാണ്. സ്തോത്രം. നമ്മുടെ മനോഭാവം അതാ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്കൊരു ആത്മീക വളർച്ച വേണമെങ്കിൽ, നമ്മുടെ ഹല്ലേലൂയ സഭ വളരണമെങ്കിൽ, നമ്മുടെ ദേശത്തിൽ ഉണർവ് വേണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എത്തണമെങ്കിൽ സ്തോത്രം അത് ഹല്ലേലൂയ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവനെ കൊണ്ട് പറ്റത്തില്ല. വലിയവൻ എന്ന മനോഭാവത്തിൽ ജീവിക്കുന്നവനെ കൊണ്ട് പറ്റത്തില്ല. മറിച്ച് ഏറ്റവും ചെറിയവൻ എന്നെണ്ണി താഴ്മ ധരിക്കാൻ പറ്റുന്നവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഒരു ഹല്ലേലൂയ ദൈവപ്രവൃത്തി പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ ദേശത്തിൽ ഒരു ഉണർവ് വേണോ? ഈ സഭ വളരണോ? നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ വിടുതൽ അനുഭവിക്കണമോ?
നിങ്ങൾ ഹാലലുയ വിശാലത ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗം ചലിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയാം, ആമേൻ, നായകൻ എന്ന മനോഭാവത്തിൽ, ആമേൻ, സ്തോത്രം, വലിയവൻ എന്ന മനോഭാവത്തിൽ, ആമേൻ, ഞാൻ എന്തൊക്കെയോ ആണ് എന്ന മനോഭാവത്തിൽ, അല്ലെങ്കിൽ എനിക്ക് ഒന്നാമനാകണമെന്ന മനോഭാവത്തിൽ പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവനെ കൊണ്ട് അന്നും ഇന്നും കർത്താവിന് ഒന്നും ചെയ്യാനില്ല. എന്നാൽ എത്ര ഉയർത്തിയാൽ, ആമേൻ, ഹല്ലേലൂയ, താഴ്മ ധരിച്ചുകൊണ്ട് ശുശ്രൂഷകന്റെ മനോഭാവത്തോടെ, ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാനോ പ്രവർത്തിക്കാനോ തയ്യാറായാൽ, ആമേൻ, അവിടെ സ്വർഗം ഇറങ്ങും എന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായഭേദമില്ലാതെ നാം ഓരോരുത്തരും ഒരു ശുശ്രൂഷകന്റെ മനസ്സ് സ്വീകരിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണ്. സ്തോത്രം, സ്തോത്രം. ഒരു നല്ല ഹല്ലേലൂയ പറ. നിങ്ങളിപ്പോൾ തയ്യാറെടുത്താ വരുന്നത് സെക്കൻഡ് സാറ്റർഡേ, നാക്കൊക്കെ കുത്തിക്കെട്ടി. ഇന്നിനിപ്പോൾ കൈയടിക്കാനില്ല, പാസ്റ്റർ എന്തായാലും പറയുന്നതൊക്കെ നമുക്ക് ഊഹിക്കത്തക്ക സാധനങ്ങളാണ് എന്ന് പറഞ്ഞാൽ വരുന്നത്. ഇന്നലെയൊക്കെ വലിയ വിടുതലായിരുന്നില്ലേ? രാവിലെയൊക്കെ ഭയങ്കര ആത്മസ്വാതന്ത്ര്യത്തിലെ വചനങ്ങളൊക്കെ കർത്താവ് തന്നു. ഞാനും സന്തോഷിക്കുക. ഇതെനിക്ക് അതിനേക്കാളും സന്തോഷം പകർന്ന വിഷയം. ഞാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട് കുറേ കൂടെ ഒന്ന് താഴാൻ. സ്തോത്രം, ഏമേൻ. താഴ്ന്ന് വലിയ പ്രശ്നമുണ്ട് ഇപ്പോഴേ, ഉള്ളതുപോലെ പറഞ്ഞാൽ, ഏമേൻ, ഹല്ലേലൂയ. എങ്കിലും ശുശ്രൂഷകനാകുന്നതാ നല്ലത്, ശുശ്രൂഷ അനുഭവിക്കുന്നതല്ല. സ്തോത്രം. ഭക്ഷണത്തിന് ഇരിക്കുന്നവരാ വലിയവര്, കേട്ടോ. അപ്പൊ ഇവര് അതല്ലേ പാസ്റ്റർ ഞങ്ങൾ ആദ്യം ചേർട്ട് കയറിയിരിക്കുന്നത്. വായിക്കുമ്പോൾ ഒന്നും ശ്രദ്ധിച്ച് വായിക്കില്ല, കേൾക്കുമ്പോഴൊന്നും കേൾക്കില്ല, മിഴിച്ചിങ്ങനെ നോയിക്കൊണ്ടിരിക്കുക. നമ്മളെ കുറിച്ചാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? എന്റെ പൊന്നെ, നിങ്ങളൊരു ശുശ്രൂഷ മനോഭാവത്തിൽ വന്നാൽ അവിടെയാ ദൈവസ്നേഹം നിങ്ങളിലേക്ക് ഒഴുകുന്നേ. മനസ്സിലായോ? ഈ ഉന്നത ഭാവം ആകാൻ ശ്രമിച്ച ഒരുത്തനും ആയിട്ടില്ല. ദൈവമാക്കണമെങ്കിൽ താഴ്ന്ന മനോഭാവം വരണം. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. സഹോദരന്മാരെല്ലാം എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക. എനിക്ക് വലിയ സന്തോഷം. സ്തോത്രം. നമുക്ക് അങ്ങനെ ആകാനൊന്ന് പരിശ്രമിച്ചാൽ അവിടെ ഉണർവ് വെളിപ്പെടും, ഉണർവ് അവിടെ വെളിപ്പെടും. സ്തോത്രം. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട്? ഉണർവ്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. പദവിക്കായി കൊതിക്കുന്നവനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ദൈവത്തിന്. സ്തോത്രം. മഹത്വം ആഗ്രഹിക്കുന്നവനെ, ഞാൻ എന്തോ ആണെന്നൊക്കെ തോന്നിപ്പോയാൽ ഞാൻ പറഞ്ഞു, നീ തീർന്നു. അവിടെ പിന്നെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയില്ല. കർത്താവ് പറയുന്നു, നീ ഹല്ലേലൂയ യജമാനനാക്കിയാൽ നീ ദാസനാകണം. നീ സ്വയമേ, നിന്നെ ഞാൻ കൊണ്ട് കസാരയിൽ ഇരുത്തി, പക്ഷെ നീ എന്ത് ചെയ്യണം? സ്വയമായി ഇറങ്ങി താഴെ വരണം. ഉയർത്തും തോറും ഇറങ്ങി താഴെ വരണം. അങ്ങനെ വന്നാൽ ഉയർച്ച നടന്നുകൊണ്ടിരിക്കും, ദൈവിക പദ്ധതികൾ നടക്കും. അങ്ങനെയുള്ളവരെ ആമേൻ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, രക്ഷ എന്ന ദാനം സൗജന്യമായി അനുഭവിച്ച എനിക്ക് നിനക്ക്, ആമേൻ, അങ്ങനെയുള്ള ആമേൻ അനുഭവത്തിൽ വരാത്തവരെ ശുശ്രൂഷിക്കാൻ കഴിയുന്നത് പോലെ ഭാഗ്യം വേറെ ഉണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് പറയാനും അവരെ ചേർത്ത് പിടിക്കാനും, ആമേൻ, സ്തോത്രം, മനസ്സ് വരണം. അങ്ങനെ മനസ്സ് വരുമ്പോൾ മുതുകിനിട്ടൊന്ന് കിട്ടിയാൽ, കന്നത്തിട്ടൊന്ന് കിട്ടിയാൽ, കുത്തുവാക്ക് വന്ന് ഹല്ലേലൂയ വീണാൽ, നിന്നെ വീണ്ടെടുക്കാൻ ഹല്ലേലൂയ സകല പങ്കപ്പാടും സഹിച്ച് ശരീരം ഹല്ലേലൂയ അപ്പകഷണം പോലെ നുറുക്കി എറിയപ്പെട്ട കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ ഇങ്ങനെ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊണ്ട് വീണ്ടും അത് തുടരുന്നെങ്കിൽ അതാണ് ദൈവസ്നേഹം. ആരൊക്കെയോ ചെറിയ ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങി. അത് കട്ടിക്ക് കേട്ടിരുന്നെങ്കിലും വലിയ കൊതിക്കുന്ന ശുശ്രൂഷകനാണ് ഞാൻ. ആമേൻ, സ്തോത്രം. ഇന്നലെയൊക്കെ നല്ല മുഴക്കവും ആരാധനയൊക്കെ ആയിരുന്നു. സ്തോത്രം, സന്തോഷമാണ്. എപ്പോഴും അങ്ങനെ വരച്ചില്ലെങ്കിലും ഒന്ന് ശോധന ചെയ്തേ, കുറച്ചുകൂടെ. സത്യമാണ് ഞാൻ പറയുന്നത്, കേട്ടോ. ഈ മനോഭാവത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കരുതേ. ശുശ്രൂഷ മനോഭാവം അല്ലെങ്കിൽ പ്രാർത്ഥിക്കരുത്. കൂടെ ഇരിക്കുന്നവരെ, ആമേൻ, സ്തോത്രം, ആ നിലകളിൽ കാണാൻ, ആമേൻ, സ്തോത്രം, നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വ്യർത്ഥമാണ്. ഹല്ലേലൂയ, ആമേൻ, വളരെ ഹല്ലേലൂയ. ഒരു ഉണർവ് ഇവിടെ നടക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 17:11 വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 10-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കണേ. അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. കർത്താവ് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ മുമ്പിലത്തെ വാക്യങ്ങൾ വായിക്കണം. എങ്കിലും ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. സഹോദരന്മാരെ, ദയവായിട്ട് നിങ്ങളുടെ ഹൃദയം തുറന്നൊന്ന് ശ്രദ്ധിച്ചേ. നമുക്കൊരു മാറ്റം വേണം. നമുക്ക് കർത്താവിനെ കുറച്ചുകൂടെ സ്നേഹിക്കണം. സഹോദരിമാരെ അങ്ങനെ തന്നെ, മക്കളെ അങ്ങനെ തന്നെ അധികം ദൈവത്തെ സ്നേഹിക്കണം. മാറ്റം വരാത്തോണ്ടാണ് ഇങ്ങനെ നിന്ന് വീണ്ടും പറയുന്നേ. എവിടെയൊക്കെയോ ഹല്ലേലൂയ കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് പുറത്തു വരുന്നില്ല. കർത്താവ് കൊതിക്കുന്നു, ഫലം കായ്ക്കണം. ഹല്ലേലൂയ, കർത്താവ് കൊതിക്കുന്നു. ഇവിടെ ഹല്ലേലൂയ ദൈവം പറയും, അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറവിൻ.
നമുക്ക് അങ്ങനെയെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ ചെയ്യേണ്ടത് പോലും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത് അതിന് തൊട്ടു മുമ്പിലത്തെ ഒരു ഉദാഹരണമൊക്കെ കർത്താവ് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മൾ എങ്ങനെയാ, നമ്മൾ കാലിൽ പലപ്പോഴും മനോഭാവം കണ്ടാല് സ്തോത്രം എല്ലാം ചെയ്യുന്നത് ഞാന്, എന്നെ പോലെ ആരും അവൻ ചെയ്തില്ലല്ലോ, അവര് ചെയ്യുന്നില്ലല്ലോ, സ്തോത്രം ഞാൻ മാത്രം എന്തിന്, നിന്നെ ആർക്ക് വേണം? ഇതൊരു ഭാഗ്യമാ കർത്താവിന്റെ വേല ചെയ്യാൻ പറ്റുന്നേ. കർത്താവിന്റെ സന്നിധിയിൽ നിന്റെ വിഷയമല്ലാതെ ഒരു വിഷയം പ്രാർത്ഥിക്കാൻ നിനക്ക് കൃപ കിട്ടിയെങ്കിൽ ഭാഗ്യോ, അത് ഭാഗ്യോ, ഈ പിടിച്ചു നിൽക്കുന്ന ഭാഗ്യോ. ഇത് ചെയ്തിട്ട് ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, അവരാരും ചെയ്തില്ല. അങ്ങനെയല്ല, ചെയ്തത് ചെയ്തിട്ട് പ്രയോജനമില്ലാത്ത ദാസനപ്പാ, പ്രയോജനമില്ലാത്ത ദാസി. ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, ചെയ്യേണ്ടതേ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? സ്തോത്രം. ചെയ്യേണ്ടത് അങ്ങനെയെങ്കിൽ ശുശ്രൂഷ നടക്കും, അങ്ങനെ ഉണർവ് വരും, നിന്നെ ദൈവം ഓടിക്കും, നമ്മളെ ദൈവം ശക്തിയോടെ പ്രയോജനപ്പെടുത്തും. സ്തോത്രം. ഒന്നും ചെയ്യാൻ മനസ്സില്ലാത്തവരോട് ഇതുവെല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷേ ഹല്ലേലൂയ, കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞേ, എന്തെങ്കിലും ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ചെയ്തു, ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിച്ചു, അതിന്റെ മഹത്വം ഒന്നും എടുക്കാൻ നിൽക്കരുത്. മനസ്സെപ്പോഴും പറയണം, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. അല്ലേ? പ്രസംഗമൊക്കെ മിന്നി കയറി വരും. സ്തോത്രം. ആൾക്കാരൊക്കെ പറയും സ്തോത്രം, നമ്മളൊക്കെ എത്ര എളിയവരെന്ന് തിരിച്ചറിയണം. കർത്താവ് നിർത്തിയത് കൊണ്ട് മാത്രം നിൽക്കുക, അല്ലേ? സ്തോത്രം. നിർത്തിയത് കൊണ്ട് നിൽക്കുക. ദൈവം ഹാലിൽ ഏൽപ്പിച്ചതിനെ ചെയ്തിട്ട് കർത്താവെ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. ആ മനോഭാവം ഭയങ്കരമല്ലേ? മനോഭാവം ഭയങ്കരമല്ലേ? അപ്പൊ അധികം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന അതല്ലേ? മടുപ്പില്ലാതെ നടത്തുന്നത് അതല്ലേ? അല്ലെ മടുത്തു പോകത്തില്ലേ? സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർ ആരും കൂടെ ഇല്ലെങ്കിലും പ്രാർത്ഥിക്കണേ, ആരും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഏറ്റെടുത്തത് ചെയ്യണേ. ഹല്ലേലൂയ. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ അത് കർത്താവിനോടുള്ള സ്നേഹത്തിലാണ് വരണ്ടേ. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം. അതിന്റെ മുമ്പിൽ പറയുന്ന വാക്യങ്ങൾ ഹല്ലേലൂയ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മളൊരു ഹല്ലേലൂയ വേല ചെയ്ത് ഒരു ദാസൻ വേല ചെയ്തിട്ട് വരുമ്പോ യജമാനന് സുഖേന ഇരുന്ന് ഭക്ഷണം കഴിച്ചെന്നൊന്നും പറയത്തില്ല. നീ വിശന്ന് വന്നാലും അവനിരിക്കും, നീ അവന് വിളമ്പി കൊടുക്കണം, നീ യജമാനനെ സേവിക്കണം. നിന്നോട് ഇരിക്കാൻ പറയത്തില്ല. യജമാനൻ എഴുന്നേറ്റ് നന്ദി പറയില്ല, അയ്യോ ദാസനെ നീ എന്റെ വയല് കളച്ചതിനായി നന്ദി പറയത്തില്ല എന്ന് ആ ആശയം പറഞ്ഞേച്ചാ പറയണം. അവണ്ണം നിങ്ങളും ദൈവസന്നിധി നിൽക്കുന്നവർ തിരിച്ചറിയണം, ഇവിടെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. സ്തോത്രം. ദൈവം നിനക്ക് പ്രതിഫലം തരുന്നൊരു നാൾ വരും. ദൈവം നിന്റെ സങ്കടം തീർത്ത് പ്രതിഫലം തരുന്ന നാൾ വരും. ഉറക്കം 1 മിനിറ്റ് ഒഴിച്ച് നീ പ്രാർത്ഥിച്ചില്ലേ? നിനക്ക് വേണമെങ്കിൽ കിടക്കാം, പക്ഷെ ആ കിടക്കേണ്ട സമയം നീ നിവർന്നിരുന്നു 1 വാക്ക് പ്രാർത്ഥിച്ചില്ലേ? നിന്നെ തേടി ആരെങ്കിലും വന്നോ? സ്തോത്രം. ആരും അറിയാതെ നീ സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി കരഞ്ഞില്ലേ? സ്തോത്രം. ആരും അറിയാതെ ട്രാക്ട് കൊടുത്തില്ലേ? ആരെങ്കിലും വന്ന് തോളി തട്ടിയോ? നല്ല വാക്ക് പറഞ്ഞോ? എന്തെങ്കിലും പ്രതിഫലം കിട്ടിയോ? പക്ഷെ നീ പറ, കുഞ്ഞെ ഞാൻ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ. കൃപയ്ക്കായി നന്ദി എന്ന് പറയുമ്പോൾ ഇതെല്ലാം കാണുന്ന ഒരു കർത്താവുണ്ട്. ഇന്നലെ ഇടപെട്ട ദൂത് പോലെ ഉന്നതന് മീതെ ഒരു അത്യുന്നതനുണ്ട്, അവൻ കാണുന്നുണ്ട്. അവൻ പ്രതിഫലം വീതിക്കുന്ന നാളിൽ പ്രിയരെ പലരും അമ്പരന്നു പോകും. സ്തോത്രം. പലരും അമ്പരന്നു പോകും. ചിലർ വാരിക്കൂട്ടുന്ന പ്രതിഫലം കണ്ട് പലരും ഹല്ലേലൂയ അന്താളിച്ചു നിൽക്കും. പക്ഷെ പലരും ഒന്നുമില്ലാത്തവരായി മാറും. മണിക്കൂർ കണക്കിന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞവർ ഒന്നുമില്ലാത്തതായി മാറും. കാര്യം എന്നാന്നറിയാമോ? പ്രാർത്ഥിച്ചത് ശരിയാ, മനോഭാവം തെറ്റാ. ഈ കർത്തൃമേശ എടുത്തവർ എടുത്തത് ശരിയാ. സ്തോത്രം. പ്രിയരെ, ഈ പകൽക്കാലം ഇത് കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് ഒരു വലിയ മാറ്റം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങണം. അവിടെ പിറുപിറുപ്പ് വരുമോ? സ്തോത്രം. അവിടെ രോഗം വന്ന പ്രശ്നം വരുമോ? അവിടെ സങ്കടം വരുമോ? പ്രാർത്ഥന കുറയും. സ്തോത്രം. ഇന്ന് വരെ ദൈവത്തിനായി ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന് ബോധ്യമുള്ളവർ കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ആ ബോധ്യം നമുക്ക് ഓരോ ദിവസവും വേണം, ചെയ്യണം കേട്ടോ. ഈ പിള്ളേരൊക്കെ ഹല്ലേലൂയ കൊണ്ട് ട്രാക്ക് വരുന്നില്ലേ? ഞാനൊക്കെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക, കാരണം അതൊരു സന്തോഷം. ആമേൻ. എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യണം. പ്രാർത്ഥനയ്ക്കായി ദൈവം തരുന്ന അവസരത്തെ ഉപയോഗിക്കണം. എന്നിട്ട് ഹല്ലേലൂയ അത് ചെയ്തിട്ട് തിരിച്ചറിയണം, നമ്മൾ ഹല്ലേലൂയ ആള് കളിച്ച് ചെയ്യുന്നതൊന്നും കർത്താവ് സ്വീകരിക്കത്തില്ല പ്രിയരെ. ആമേൻ. പ്രയോജനമില്ലാത്ത ദാസൻ, പ്രയോജനമില്ലാത്തവനാ ഞാൻ. ആമേൻ. ചെയ്യേണ്ടതേ ചെയ്തുള്ളൂ എന്ന് ആമേൻ എപ്പോഴും പറയുന്ന ഒരു ഹൃദയം. അതാണ് നമ്മെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ വലിയ ആമേൻ ഹല്ലേലൂയ താഴ്മയിലേക്കും
ആമേൻ വലിയ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. വളരെ കൊതിയോടെ, വളരെ ആശയോടെ ആമേൻ കർത്താവ് ഒരുക്കുന്ന ആ ദിവസത്തെ ഓർത്ത് ഈ ഭൂമിയിൽ അങ്ങനത്തെ മനസ്സോടെ വേല ചെയ്താൽ നിശ്ചയമായിട്ട് നമുക്ക് പ്രതിഫലം തരാം. ആമേൻ ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 17 ആമേൻ ഹല്ലേലൂയ. അതാ നമ്മൾ വായിച്ച വാക്യം. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് വേഗത്തിൽ വന്നേ. മത്തായി എഴുതിയ സുവിശേഷം 18 അധ്യായം അതിന്റെ 1 മുതൽ 3 വരെ വായിച്ചേ. മത്തായി 18 1 മുതൽ 3 വരെ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കെ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. സ്തോത്രം. കർത്താവ് പറഞ്ഞത് എന്നെ നോക്കിയിരുന്നേ. അതിനകത്ത് വലിയൊരു കോമഡി ഇല്ലേ? സ്തോത്രം അല്ലേ? സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ. യോമാര് വലിയ കാര്യമായിട്ട് ഇവിടെ ആരാ വലിയവെന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞിട്ട് ഇവിടെ വലിയവരും ചെറിയവരും ഒന്നും നടക്കില്ല. എന്റെ ശിഷ്യനാണ്, ഇതൊന്നും നടക്കത്തില്ല. ഇവിടെ അങ്ങനെ വലിയവനുമില്ല ചെറിയവനുമില്ല. നിങ്ങൾക്ക് ദാസന്മാരാവാൻ പറ്റുമോ? അപ്പൊ ആ ദൂത് ഗ്രഹിച്ചു കർത്താവ്. ഇനിയിപ്പോ എന്തായാലും കളി നടക്കത്തില്ല. ഇന്ന് ആ ദൂത് ഗ്രഹിച്ചവരെല്ലാം പറഞ്ഞു ഇവിടെ വലിയവരും ചെറിയവരും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. അതൊക്കെ ദൈവം ആമേൻ ഹല്ലേലൂയ ഓരോരുത്തരെ ആക്കുന്നതാ. ഞാൻ ഈ മൈക്ക് പിടിച്ച് നിൽക്കുന്നു, അവർ പാടാൻ നിൽക്കുന്നു, മറ്റുള്ളവർ കുറേ ചെയ്യുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു ഇവിടെ ഈ ഹല്ലേലൂയ കിച്ചണിൽ വേല ചെയ്യുന്ന, ടോയ്ലറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, കഴുകുന്നവരുണ്ട്. അവരെ ഏറ്റവും ശ്രേഷ്ഠര്. സ്തോത്രം. അവരുടെ പാദം കഴുകാൻ എനിക്ക് പറ്റിയാൽ അതാ ശ്രേഷ്ഠത. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് ചുമ്മാ ഷോ കാണിക്കാനല്ല. ആമേൻ. അതുകൊണ്ട് എൻ്റെ ഹല്ലേലൂയ പ്രിയ മക്കളോട് ഞാൻ പറയാം, അതിനകത്തൊന്നും ഒട്ടും ലജ്ജയില്ലാതെ ഇറങ്ങി ചെയ്യണം. അല്ലാതെ നമ്മൾ VIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിൽ ചെറുതാ. ഇവരോട് പറഞ്ഞു ഇവിടെ ഒന്നും നടക്കത്തില്ല. അന്നേരം അവർ നിരാശപ്പെട്ടില്ല കേട്ടോ. അവർ നേരെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന്, അങ്ങനെയെങ്കിൽ നീ പറ സ്വർഗരാജ്യത്തിൽ ആരാണ്? ഞങ്ങൾക്ക് എവിടെ പോയാലും ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഞാൻ ഈ പറയുന്ന മനസ്സിലാക്കപ്പെട്ട നമ്മൾ മനുഷ്യരാണ്. സ്തോത്രം. നമ്മുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞു. ആമേൻ. അവരിപ്പോ ചോദിക്കുക, കർത്താവേ സ്വർഗരാജ്യത്തിൽ ആരാണ് വലിയവൻ? ദൈവരാജ്യത്തിൽ ആര് വലിയവൻ? എന്ന സംഭവമല്ലേ ഉമാര്? നമ്മളെ കൂട്ട് തന്നെ എവിടെ പോയാലും എനിക്കൊരു കസേര കിട്ടണം. ഭൂമിയിലൊന്നും ഇല്ല കേട്ടോ. ആമേൻ. സന്തോഷം കർത്താവ്. എന്തായാലും നീ പറഞ്ഞാൽ പിന്നെ അതിനകത്ത് എതിർപ്പൊന്നും ഇല്ല. യുവമാര് അതിനേക്കാളും അതിന്റെ ഗൗരവമുള്ള വിഷയം കർത്താവ് പറഞ്ഞ മറുപടിയാ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്നെ സഹോദരന്മാരെ ശ്രദ്ധിച്ച്. ഞാൻ ഇച്ചിരി കട്ടിക്കല്ലല്ലോ പറയുന്നത്, ശാന്തമായിട്ടും സ്നേഹത്തിലും അല്ലേ പറയുന്നേ. അങ്ങനെയല്ലേ സുന്ദരേ? അല്ലേ? കുഴപ്പമില്ലെന്നാ തോന്നുന്നത് ഇന്ന് അല്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നേ. നിങ്ങൾ ശ്രദ്ധിച്ചേ. മനസ്സിലാവുന്നുണ്ടോ ബ്രദറെ? മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും അകത്ത് കയറുന്നുണ്ടോ? അത് വെറുതെ ആയി പോകുന്നുണ്ടോ? ഇല്ല. സ്തോത്രം. ഒരു മാനസാന്തരം വരണം. ശ്രദ്ധിച്ചേ. ഇവിടെ ഇവരുണ്ടല്ലോ സ്വർഗത്തിൽ കയറാനുള്ള ഉടുപ്പും തേച്ച് വെച്ചോണ്ടാ ചെന്ന് ചോദിക്കുന്നത്. ഇവരെ കോൺഫിഡൻസ് ശ്രദ്ധിക്കണം. ഭയങ്കര കോൺഫിഡൻസ് ആയവർക്ക് ഞങ്ങൾ സ്വർഗത്തിലെത്തും. അവിടെ ആര് വലിയവനെന്നാ ചോദിക്കുന്നേ. സ്തോത്രം. നമ്മളെ പോലെയാ പെന്തക്കോസുകാരാ. ആര് വയില്ലെങ്കിലും ഇനി അവിടെ എന്തെന്നാ നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുന്നേ. സ്തോത്രം. കർത്താവ് അമ്മരോട് പറഞ്ഞടാ, വലിയവനും ചെറിയവനും ഒക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം കയറാൻ നോക്ക്. പോകുമെന്ന് ഉറപ്പിച്ച് വന്നവനോടുള്ള ദൂത തന്നെ പാസ്റ്റർ. അങ്ങനെ തന്നെ. അതെ, അങ്ങനെയാ. ഈസി അല്ല. കർത്താവ് പറഞ്ഞു, പൊന്നുമോനെ ഒരു മാറ്റം വന്നില്ല എങ്കിൽ നീ കേറത്തില്ല. അവര് പറഞ്ഞത് സ്റ്റെബിലിനെ ഞങ്ങൾ റെഡിയാ വരാൻ, ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾക്ക് ഉറപ്പാ. അതിനവർക്ക് അവരുടേതായ കോൺഫിഡൻസ് അവരുടെ അകത്ത് ഉണ്ട്. ഞങ്ങൾ വരും. അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോ അവിടെ ആരാ വലിയവൻ? കർത്താവ് പറഞ്ഞു, മോനെ തിരിഞ്ഞു നീ ശിശുവിനെ പോലെ ആയില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ആരോടായി പറഞ്ഞ? കടക്കുമെന്ന ഉറപ്പോടെ. ആര് വലിയവൻ എന്നറിയാൻ പോയവനോട് പറയുക, നീ കടക്കത്തില്ല കേട്ടോ. നീ മാനസാന്തരപ്പെടണം, നിനക്ക് ക്രമീകരണം വരണം. വന്നില്ലേ കടക്കത്തില്ല. കടന്നിട്ടല്ലേ വലിയവനും ചെറിയവനും. സ്തോത്രം. ഞാനിത് എങ്ങനെയാ മുമ്പോട്ട് പറയണ്ടേ? നമ്മളുടെ മനസ്സിന്റെ അകത്ത് തുടക്കം തൊട്ടേ ഉള്ള ചിന്തകൾ അകത്തിട്ടെ നമ്മൾ കടക്കുമോ? ഒരു ഉറപ്പിലങ്ങ് ഇരിക്കുകയാണ്. ഉറപ്പിച്ച് എന്ത് വന്നാലും. സ്തോത്രം. അങ്ങനെ ഈസി ആയിട്ട് കടക്കാൻ പറ്റുന്ന ഇടമല്ല സ്വർഗരാജ്യം. അവരെ ഈ മനോഭാവമുള്ള നീ ശിശുവിനെ പോലെയാകെ. ഈ വലിയവനും ചെറിയവനും ആകാൻ മല്ല് പിടിക്കുന്ന ഹൃദയം വിട്ടിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാകെ. സ്തോത്രം. എങ്കിൽ ദൈവരാജ്യത്തിലേക്ക് കയറാം, പ്രവേശിക്കാം. അതാ കർത്താവ് അവിടെ പറഞ്ഞ മറുപടി. വായിച്ച ആ വാക്യങ്ങൾ കൂടെ. അത് കളഞ്ഞോ? 18. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു.
സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാർ എന്ന് ചോദിച്ചു. വായിച്ചെടുത്ത് അവൻ ഒരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവിടെ ഹല്ലേലൂയ പദവി ചോദിച്ച് പയ്യോനോട് പറയാ, ഞാൻ സത്യം ചെയ്ത് പറയാൻ നീ കടക്കത്തില്ല കേട്ടോ. സ്തോത്രം. ചൗര് ഗുണപ്പെട്ടില്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് ആരെങ്കിലും താങ്ങോ? ആമേൻ. സ്തോത്രം. റെഡിയായിട്ട് വസ്ത്രം തേച്ചിരിക്കുക, ഇവിടെ കിടന്ന് ഹല്ലേലൂയ ഉള്ള കൊള്ളരുതായ്മ എല്ലാം കാണിച്ചേച്ച്, ആമേൻ. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച്, ആമേൻ, താഴ്മ ധരിക്കാൻ പറ്റാതെ, കർത്താവ് ആവർത്തിച്ച് ദൈവവചനം പറഞ്ഞിട്ട് അതിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റാതെ എത്രയോ വചനം നമ്മൾ കേട്ടല്ലേ. എത്ര പേര് ഒരു ക്രമീകരണം വരുത്തി തുടങ്ങിയവരുള്ള എനിക്കറിയത്തില്ല. അതിനൊരു ശിശുവിന്റെ മനസ്സുണ്ടെങ്കിലേ പറ്റൂ. ശിശുവിന്റെ മനസ്സില്ലെങ്കിൽ അനുസരിക്കാൻ പറ്റത്തില്ല. ചോദ്യങ്ങൾ ഉയരും. മുതിർന്നവരാ ചോദ്യം ചോദിക്കുന്ന ദൈവവചനത്തിന്റെ മുമ്പിൽ. അവർക്ക് ഹല്ലേലൂയ ഒരുപാട് ചോദ്യങ്ങൾ. ഹല്ലേലൂയ അവർ ചോദ്യം ചോദിച്ച് കീഴ്പ്പെടാൻ മനസ്സില്ലാതെ ദൈവരാജ്യത്തു നിന്ന് പുറത്താകുമ്പോൾ പ്രിയരെ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തിരിഞ്ഞ് നീ ശിശുവിനെ പോലെ ആകണം. നീ ഇപ്പൊ എവിടെയാ നിൽക്കുന്നേ? ദൈവരാജ്യത്തിൽ ആര് വലിയവനെന്നറിയാൻ നിൽക്കുക. എവിടെയാ നീ നിൽക്കുന്നേ? നിന്റെ സ്വയത്തിൽ, നിന്റെ ഉറപ്പിൽ, നിന്റെ അറിവിൽ നീ ഇപ്പൊ നിൽക്കുന്നത് സ്വർഗരാജ്യത്തിൽ എനിക്ക് ഏത് കസാര എന്ന് തീരുമാനിക്കാനാണ് നിൽക്കുന്നേ. ആ കസാര ഉറപ്പിച്ച് നിൽക്കുന്ന നിന്നോട് കർത്താവിന് പറയാനുള്ളത്, നീ തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, നിന്റെ മനസ്സ് തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയില്ല എങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. അത് ഭയങ്കര ഒരു ഡേഞ്ചർ സ്റ്റേറ്റ്മെന്റ് അല്ലേ നമ്മളെ സംബന്ധിച്ച്. നമ്മൾ വസ്ത്രം തേച്ചിരിക്കുക. ഏമേൻ. എന്തിനാ? കർത്താവിന്റെ സന്നിധി. എനിക്ക് എന്റെ പൊന്നപ്പോ എനിക്ക് അറിയത്തില്ല എത്ര കീഴാണോ എന്തോ എനിക്ക് വച്ചിരിക്കുന്ന. സ്തോത്രം. ഞാൻ പറയുന്നത് നിറയെ കിരീടങ്ങൾ കിട്ടണം. അതിനായി പ്രസംഗം. സ്തോത്രം. നമ്മൾ തിരിച്ചറിയണം, ഈ ജീവിതം ഇല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനിത്വം കൊണ്ട് ഒരു അർത്ഥവുമില്ല. ബൈബിൾ കൊണ്ട് ഒരു അർത്ഥവുമില്ല. ഇത് ക്രിസ്തീയ ജീവിതമാണ്. ഇത് ജീവിതത്തിനകത്താണ് പ്രസക്തി. ആമേൻ. ആചാര അനുഷ്ഠാനങ്ങളിലല്ല. ആമേൻ. ക്രിസ്തീയ മാർഗം നിൽക്കുന്നത് ജീവിതത്തിന്റെ അകത്താണ്. അവനെ പിന്തുടരാൻ ഒരു നല്ല ഹല്ലേലൂയ വഴി കാണിച്ചേച്ചു പോയ കർത്താവ് വച്ച മാർഗമാണിത്. ആമേൻ. സ്തോത്രം. ഇതിന്റെ അകത്ത് കർത്താവിന്റെ ആശ ഇതാണ്, നിങ്ങൾ തിരിഞ്ഞ് ആമേൻ ഹല്ലേലൂയ ശിശുക്കളെ പോലെയാകണം. പാസ്റ്ററെ, ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതാ, വലിയ നല്ല കാര്യം. പെട്ടല്ലോ പാസ്റ്ററെ. ഞങ്ങൾ സ്നാനവും പെട്ടു, പാസ്റ്റർ അറിയാത്തോണ്ട, വളരെ നല്ല കാര്യം. പാസ്റ്ററെ, ഞങ്ങൾ അന്യഭാഷയും പറയും, വളരെ നല്ല കാര്യം. പാസ്റ്ററെ, ഞങ്ങൾ ചെറുതായിട്ട് പ്രസംഗിക്കും, അതെ, അതിലും ശ്രേഷ്ഠമായ കാര്യം. പക്ഷെ കർത്താവ് പറയും, മോനെ തിരിഞ്ഞ് നീ ശിശുവിനെ പോലെ ആയില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ഭയം തൊട്ടാ പറയുന്നേ, ഭയം കൊണ്ടാ പറയുന്നേ. സ്തോത്രം. അതുകൊണ്ടല്ലേ ഇത് ഇടുക്ക വാതിലേക്ക് ആയിപ്പോയേ. സ്തോത്രം. പലർക്കും കടക്കാൻ ആഗ്രഹമുണ്ട്, കടക്കാൻ പറ്റാതായി പോകുന്ന. നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങളുടെ അഹങ്കാരത്തെ ഒന്ന് അതിന്റെ ഒരു സ്കെയിൽ കയ്യിലുണ്ടെങ്കിൽ എടുത്ത് അളന്നേ. അഹങ്കാരം എന്ന് പറയുമ്പോൾ വേറെ ലെവലിൽ എടുക്കണ്ട. നമ്മുടെ ആ ഒരു, നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മളൊരു കുടുംബമായിട്ട് കഴിയുന്നവരില്ലേ, നമുക്കറിയാമല്ലോ അല്ലയോ മക്കളെ, നമ്മളെയൊക്കെ ആ ഒരു എടുത്തിയാട്ടവും തിളപ്പും, അതിനെന്തൊക്കെ വാക്ക് പറയണ്ട എനിക്കറിയത്തില്ല. അതൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ ഒന്നുമല്ല, ഒരു ശിശുവിന്റെ മനസ്സെനിക്കില്ല. ശിശുവിന്റെ മനസ്സെനിക്കില്ല. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് രഹസ്യത്തിൽ ഒരു കാര്യം പരസ്യമായിട്ട് ചോദിക്കട്ടെ. എന്നേലും ഞാനിവിടെ ദൂത് പറഞ്ഞപ്പോ എന്നോട് ദേഷ്യമെന്ന് ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? ഒരു പല്ലുകടിയൊക്കെ വന്നേ ഉണ്ടെങ്കിൽ നോക്കി എന്നാ ഒരു അവസ്ഥയാ അത്. എന്തോ ദൈവസ്നേഹമായിരിക്കും അത്. ഇന്നലെ വന്ന ദൈവദാസൻ പറഞ്ഞില്ലേ വെട്ടണോ എന്നൊക്കെ, ഞാനിരുന്ന് ഞെട്ടിപ്പോയി. സ്തോത്രം. യാഥാർത്ഥ്യമായി വരുന്നവർ പറഞ്ഞ് നമ്മൾ ചെവിയിൽ ഓതിയിട്ടല്ല പറയുന്നേ. സ്തോത്രം. അത് ഹല്ലേലൂയ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുക. തമ്പുരാൻ പറയാത്ത ഒരു കാര്യം ചെയ്യത്തില്ല, ചെയ്യാൻ പറ്റത്തില്ല. ദൈവസന്നിധിയാ ഹല്ലേലൂയ, കളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മളെ പരിശോധിച്ചാൽ മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ അല്ലേ? എങ്കിലേ മരുന്ന് എഫക്ട് ചെയ്യത്തുള്ളൂ. ഡോക്ടറെ പനി എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്നെ എടുക്കും, ഉടൻ 10 ഐറ്റം ഗുളി എഴുതി തരുമോ? ആദ്യം സിസ്റ്ററെ വിളിക്കും, ബാക്കിയത്തോട്ട് ട്യൂബ് കയറ്റും. എന്നാ അതിന്റെ പേര്? അതിന്റെ പേരെന്തുവാ? തെർമോമീറ്റർ എടുത്ത് വെക്കും. അപ്പോൾ ഒരളവ് കിട്ടും. അതിനനുസരിച്ച് തിരിച്ചറിയണം. സ്തോത്രം. തിരിച്ചറിയാതെ ചെയ്യരുത്. നിങ്ങളൊന്ന് സ്വയശോധന ചെയ്യണം. തമ്പുരാനെ ഇതിന്റെ മുമ്പിലേക്ക് മുട്ടുകുത്തുക. ഇനിയിപ്പോ എന്തായാലും വന്ന് കുത്തിയല്ലേ പറ്റൂ. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എല്ലാവരും സംശയിക്കൂലേ, എവളെന്തോ മഹാപാതകം ചെയ്തിട്ടാ വന്ന, വചനം കേട്ടിട്ട് അവർക്ക് എടുക്കാൻ പ്രാഗൽഭ്യമില്ലാതെ പോയി എന്ന് പറയും. അതുകൊണ്ട് എന്ത് ചെയ്യും? അങ്ങനെയൊന്നും അല്ല കേട്ടോ നിങ്ങള്. പക്ഷെ സ്വയശോധന നമ്മുടെ അകത്ത് വരുത്തിയേ മിക്കവാറും ഈ സഭ വളരും അല്ലേ, ഉണർവ് വരും. നിങ്ങൾ ശോധന ചെയ്തേ, ഒരു ശിശുവിന്റെ ഹൃദയം എനിക്കുണ്ടോ? നമ്മൾ പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്.
അത് ശിഷ്യന്മാർക്കുണ്ട്. ഇപ്പൊ ഞങ്ങൾ എത്തേണ്ട താമസമേ ഉള്ളൂ. പക്ഷെ ഏത് കസേരയാ എനിക്ക്? ആരാണ് ഇതിനകത്ത് ഒന്നാമൻ? നീ കഴിഞ്ഞാൽ ആരാ? സ്തോത്രം. ഇതിന്റെ അകത്ത് ദൈവീയത ആരുടെയും മനസ്സിനകത്ത് അങ്ങനെ വരരുത്. ഇവിടെ ഒന്നാമനും ഇല്ല, ഒടുക്കത്തവനും ഇല്ല. ഒരുമിച്ച് നിൽക്കുക. സ്തോത്രം. എന്നെ കൊണ്ട് കഴിയുന്ന എന്തും ഞാൻ ചെയ്യും. ശരീരത്തിന്റെ ബലഹീനതയൊക്കെ ഉള്ളതുകൊണ്ടാണ് മറ്റു പരിപാടിയൊക്കെ മൺവെട്ടിയെടുത്തൊക്കെ വെട്ടാൻ ഇറങ്ങാച്ചെ. അല്ലെങ്കിൽ അത് ചെയ്യും. നമുക്ക് പിന്നെ ദൈവിക ശുശ്രൂഷയെ പരിപാലിച്ചേ പറ്റൂ, ഗൗരവത്തോടെ നിന്നേ പറ്റൂ. ഞാൻ പറയുന്നത്, നിങ്ങൾ ഹല്ലേലൂയ ഈ മനസ്സ് നിങ്ങളുടെ വന്നാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അവിടെ ഹല്ലേലൂയ വലിയവനും ചെറിയവനും ഒന്നുമില്ല. ദൈവം തരുന്നത് മേടിക്കാം. പക്ഷെ അകത്ത് കടക്കുക എന്നതാണ് വളരെ ഇമ്പോർട്ടന്റ്. അങ്ങനെയല്ലേ ആരോണേ? സ്തോത്രം. കടക്കണ്ടേ? കടക്കുമോ? സ്തോത്രം. പിന്നെ പക്ക ഇതുപോലെയാണ് അവരും പറഞ്ഞ്. നിന്റെ അടുത്താകുമ്പോൾ വേറെ പ്രശ്നമില്ലല്ലോ. കസേരതാ കർത്താവേ എന്ന്. സ്തോത്രം. ഭയങ്കര തന്നെ ചിന്തിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അവൻ കടക്കും കേട്ടോ. പിന്നെ നമുക്ക് തള്ളിക്കയറ്റാനൊന്നും പറ്റത്തില്ല. അവരവർ ചെയ്താലേ പറ്റത്തുള്ളൂ. സ്തോത്രം. കടന്നേ പറ്റത്തുള്ളൂ. എല്ലാവരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാല് ഇവിടെ നിന്ന് അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വർഗം തുറന്നിട്ടേക്കുക, കേറി അങ്ങ് ചെല്ലാന്ന്. ആയി കർത്താവേ, ഞങ്ങളൊക്കെ സഹിച്ചതിനൊത്തോണം എന്തുണ്ട് എടുക്കാൻ? മിക്കവാറും കിട്ടും. അങ്ങനത്തെ ജീവിതം കാണുന്നോണ്ട് പറയുന്നതാ. അങ്ങനെയല്ല പ്രിയരെ, അങ്ങനെയല്ല. ഒരു ബദ്ധപ്പാട് വരട്ടെ, ഒരു താഴ്മ വരട്ടെ, ഒരു അധ്വാനം വരട്ടെ, കർത്താവിനായി വില കൊടുക്കുന്ന ഒരു മനസ്സ് വരട്ടെ. പ്രാർത്ഥനയൊക്കെ ഒന്ന് ഗൗരവത്തോടെ. നമ്മളെ തളരുന്നത് ഈ ദൈവസ്നേഹം അകത്തില്ലാത്തോണ്ടാ. മടുത്ത് തളർന്നു പോകുന്നു, നിരാശപ്പെട്ടു പോവുക. പാടില്ല കേട്ടോ. ആമേൻ. കർത്താവിന്റെ രാജ്യത്തിലെത്തണം. ഇവര് ഹല്ലേലൂയ വലിയ സന്തോഷത്തോടെയാ ചെന്ന് ആമേൻ ഹല്ലേലൂയ അങ്ങ് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള ഒരു കുഴപ്പം എന്നാണെന്നറിയോ? ഇവർക്ക് ഒരു കുഴപ്പമുള്ളതായിട്ട് തോന്നുന്നേയില്ല. അതാ ഭയങ്കര അബദ്ധം. നമുക്കൊരു കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല എങ്കിൽ ഭയങ്കര പ്രശ്നം. ചിലർക്കൊക്കെ ആ തോന്നല, ഞാൻ ഓക്കെയാ, അവരെ ഓക്കെ അല്ലാത്ത. ഞാനും എൻ്റെ ഭാര്യയും പക്കയാ, പക്ഷെ മറ്റവന്മാര് ശരിയല്ല. പിന്നെ എങ്ങനെ ശരിയാവും? മനസ്സിലാവുന്നു നിങ്ങൾക്ക്? ആ ഒരുപാട് പേരെ കാണുമ്പോൾ അങ്ങനെയാ അവരെ മനോഭാവം. അവരൊന്നും ശരിയല്ല. അത് എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നറിയാമോ? എന്നെ കുറിച്ച് എനിക്ക് അറിയാത്തോണ്ടാ ഇവരങ്ങനെ ചിന്തിച്ചു. അത് ശരിയല്ലാത്തോണ്ടാ നമ്മളങ്ങ് പ്രാർത്ഥിച്ചും കൈയടിച്ചും ഞാനിപ്പോ എത്തുമെന്ന് പറയുന്നേ. ധൈര്യത്തോടെ പറയുന്നത്, അല്ലാതെ വലിയ വിശുദ്ധിയുടെ ഇതിന്റെ ഗുണം കൊണ്ടൊന്നും അല്ല. സ്തോത്രം. പക്ഷെ കർത്താവ് അവരെ വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, മോനെ നീ എത്തത്തില്ല, കടക്കത്തില്ല കേട്ടോ. സ്തോത്രം. നീ കടക്കണമെങ്കിൽ നിനക്ക് മാനസാന്തരം വരണം. അപ്പൊ തിരിച്ചറിയണേ, നമുക്ക് ഹല്ലേലൂയ നമുക്കുണ്ടെന്ന് തോന്നുന്ന യോഗ്യതകൾ ദൈവ സന്നിധിയിൽ കറക്റ്റാണോ നോക്കണം. ദൈവം വിധിക്കുന്ന വിധി നമ്മൾ വിധിക്കുന്ന പോലെ അല്ല. ബിലിൽ പാസ്റ്റർ മുഖം നോക്കുന്ന പോലെ ദൈവം മുഖം നോക്കുവോ? ഇല്ല പ്രിയരെ. അപ്പൊ നമ്മുടെ യോഗ്യത എന്ന് പറയുന്ന ദൈവം യോഗ്യ എന്ന് പറഞ്ഞ് അകത്ത് കയറ്റി വിടുവോ? അകത്ത് കയറ്റി വിടാൻ പറ്റണം. അകത്ത് കർത്താവിന് കയറ്റാൻ കർത്താവിന് മനസ്സ് വരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അതുകൊണ്ട് കർത്താവ് അവരോട് പറഞ്ഞ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരണം. അതിനെ അവന്മാര് ബന്ധപ്പെട്ടത് കേട്ടോ. 12 പേരും കൂടെ നടന്നെന്ന് പറഞ്ഞ് ഒന്നും കിട്ടിയില്ല. സ്തോത്രം. ഇനിയിപ്പോ ഹല്ലേലൂയ അവിടെ നിന്ന് അധിക നേരം ചുറ്റാതെ പോകുന്നതാണ് നല്ലതെന്ന് മൊത്തത്തിലൊരു തോന്നൽ എൻ്റെ ഹൃദയത്തിനകത്തുള്ളത് കൊണ്ട് കർത്താവ് ഹല്ലേലൂയ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാൻ മുമ്പിലേക്ക് ആമേൻ ഹല്ലേലൂയ കടന്നു വരും. ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ടോ? ആ കൈയെല്ലാം ഒന്ന് ഉയർത്തി പിടിച്ചേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനേ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഒരുമിച്ച് പറഞ്ഞേ, ഹൃദയം തുറന്ന് പറയാൻ പറ്റുമോ? ഞാൻ നിന്നെ സ്നേഹിക്കുമ്പോ ആ കേട്ട വചനത്തിൽ ഒരു പരിവർത്തനം ഈ പകൽ ധൈര്യത്തോടെ പറയാൻ മാറില്ല. കരവും ശബ്ദവും ഉയർത്തി, ഏറ്റവും ശബ്ദം ഉയർത്തി പറഞ്ഞേ, പ്രാണൻ കൊതിയാണപ്പാ എന്ന് പറ. ഹല്ലേലൂയ. ചാരിടുന്നപ്പാ അങ്ങേ
ശബ്ദമുയർത്തി പറ, പ്രാണൻ പോവോളം ജീവൻ തന്ന യേശുവേ. ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അതൊരു സന്തോഷമല്ലേ? ഇപ്പൊ പറയാൻ പറ്റണം. യഥാർത്ഥമായ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് കർത്താവിനോട് ഇന്ന് പറ, പ്രാണൻ പോവോളം ജീവൻ തന്ന കർത്താവേ, അങ്ങനെ ഞാൻ പിരിയില്ല. പറ്റിയിരിക്കാൻ ശ്രമിക്കുക. യേശുവിന്റെ മാറിൽ ചാരിയിരിക്കാൻ ശ്രമിക്കണം. എളുപ്പമുള്ള കാര്യമല്ല. മാനസാന്തരം കൊച്ചു കുഞ്ഞിനെ പോലെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം കർത്താവിന് വേണ്ടി എന്ന വണ്ണം ചെയ്യുമ്പോൾ. അവിടെ ഹല്ലേലൂയ ഈ ദൂത് ഞാൻ ഹല്ലേലൂയ ആ ദൂത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഹല്ലേലൂയ പരമാർത്ഥ ഹൃദയത്തിനകത്ത് കയറി പറയട്ടെ. നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ഉറപ്പ് ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ശരിയല്ല എങ്കിൽ നമുക്ക് ഹല്ലേലൂയ മാനസാന്തരം ആവശ്യമായി വരും. സ്വർഗരാജ്യത്തിൽ കടക്കാൻ ശ്രമിക്കാം. കടക്കാൻ വേണ്ടി കർത്താവിനെ സ്നേഹിക്കാം. ഈ തിരുമേശയിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവണ്ണം നിങ്ങൾ ഹല്ലേലൂയ ചെയ്യണമേ. മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20-21 വാക്യങ്ങൾ കൂടെ വായിച്ച്. മത്തായി എഴുതിയ സുവിശേഷം. അന്ന് സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്ത് വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു. അവൻ അവനോട്, ഈ എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. ഒരമ്മയുടെ ആഗ്രഹമാണ്. കർത്താവ് ഇതൊക്കെ പറഞ്ഞു. ഇവിടെയും സാധനം ഇല്ല, അവിടെയും ഇതൊന്നുമില്ല, കിടക്കണം. അന്നേരം അപ്പം മനസ്സിലായി പൊസിഷൻ ഒന്നും അവിടെ. അപ്പൊ അമ്മയെന്ന് പറയുക, ഒരു കാര്യം ചെയ്താൽ മതി, വേറെ പൊസിഷൻ ഒന്നും വേണ്ട. എൻ്റെ മോനെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തും ഇരുത്താൻ അരുളി ചെയ്യണമെന്ന്. ശ്രോത്രം, ആമേൻ. അതിൻ്റെ ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ എടുത്തേ. ആ അമ്മയ്ക്കൊരു കൈ കൊടുക്കണം. എല്ലാ അമ്മമാരും ഇങ്ങനെ മക്കളെ കുറിച്ച് ഭയങ്കര കരുതല മക്കൾക്ക്. എൻ്റെ മോൻ അത് തന്നെ ഒരു ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. നിങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങും. എങ്കിലും ഒരു അരപ്പിണക്കം വരെ നിങ്ങൾ വന്നോ, കുഴപ്പമില്ല. ആ മനോഭാവം തെറ്റാ. സ്തോത്രം. എൻ്റെ മോൻ എല്ലാരെക്കാളും ഒന്നാത് എൻ്റെ മോൻ, എല്ലാരെക്കാളും ഒന്നാത് എൻ്റെ മോൾ. അതെന്നെ മറ്റവരെ മോളല്ലേ. എല്ലാരും കൂടെ കിടന്ന് തമ്മിൽ തല്ലാതെ ദൈവം തന്ന കൊച്ചിനെ ദൈവകരത്തിൽ കൊടുത്ത് തന്ന പ്രാപ്തിക്കൊത്തോണം പഠിപ്പിക്കുക അല്ലേ? തന്ന പ്രാപ്തി, ദൈവം തന്ന കൃപ, ഇതൊക്കെ എവിടെയെങ്കിലും എത്തണ്ടേ? ഈ ഒന്നാമത് ആക്കിയവരൊക്കെ എവിടെയാ? ഒന്നാമത് എത്തിക്കാൻ ശ്രമിച്ചവരൊക്കെ എവിടെയാ? സ്തോത്രം. മറ്റേത് പിള്ളേർ പറയുന്നതിനേക്കാൾ എൻ്റെ കുഞ്ഞ് ഇംഗ്ലീഷ്, അവൻ നിന്നെ എന്തോരം ഇംഗ്ലീഷ് ഇപ്പൊ പറയുന്നുണ്ട് അല്ലേ? അത് നല്ലതാ കേട്ടോ. മക്കളോടൊക്കെ പറയുന്നത് ഏറ്റവും നല്ല ഇംഗ്ലീഷ് നമ്മൾ പറയണം. അതിന് ഏറ്റവും നല്ല ഉയരങ്ങളൊക്കെ വരണം. പക്ഷെ മനോഭാവം തിരുത്തപ്പെടണം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ താഴോട്ട് വായിച്ചാലേ, ആ അമ്മ ചെയ്ത ദോഷമാണ് താഴെ കിടക്കുന്നത്. ആ രണ്ടുപേരോടും മറ്റുള്ളവർക്ക് നീരസം വന്നു. ഒരുമിച്ച് ചങ്കാട്ട് നടന്നതാ. സ്തോത്രം. താപ്പോട്ട് വായിച്ചേ. ആ രണ്ടു പേർക്ക്, ഈ രണ്ട് സഹോദരന്മാരോട് നീരസം വരാൻ ഏക കാരണം അമ്മയാ. സ്തോത്രം. അത് വേണോ? നിന്റെ കുഞ്ഞിന്റെ അകത്ത് ദൈവം പകർന്നത് അവിടെ കിടപ്പുണ്ട്. നേരായ മാർഗത്തിൽ ദൈവവചനപ്രകാരം വളർത്തി തന്ന പ്രാപ്തിക്കൊത്തോണം പഠിപ്പിക്ക്. എത്തേണ്ട ഇടത്ത് ദൈവം എത്തിച്ചിരിക്കും. അതിനകത്തൊരു മത്സരം വരുമ്പോൾ അത് ഇച്ചിരി ഡേഞ്ചറാ. അവിടത്തെ പറയുന്ന വചനം അനുസരിച്ച്. അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലല്ല, എവിടെയും ഞാൻ പറയട്ടെ, ഒന്നാമനാകാൻ നമ്മൾ എന്തോരം പേര് ചതി ചെയ്യുന്നത്, ദ്രോഹം ചെയ്യുന്നത്, പഠിച്ചുകൊണ്ടിരുന്ന മക്കളെ തകർക്കാൻ ശുദ്ധിരം ചെയ്തത്, ആഭിചാരം ചെയ്യുക. ഞാൻ എന്തോരം പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. എന്തിനാ അങ്ങനെ? എൻ്റെ കുഞ്ഞ് ഒന്നാം. ഒരമ്മമാര് ഒരപ്പന്മാര് അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കല്ലേ. മക്കളെ നന്നായി പഠിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും നന്നായി പഠിക്കണം. നീ അവളെക്കാളും നീ അവനെക്കാളും. സ്തോത്രം. എന്തിനാന്നേ അങ്ങനെയൊന്നും പറഞ്ഞ് പഠിപ്പിക്കരുത്. ആരെക്കാളും മുകളിൽ എത്താൻ വേണ്ടി മക്കളെ മത്സരിപ്പിക്കരുത്. സ്തോത്രം. അവരെ കൊണ്ട് പ്രയത്നിപ്പിക്കണം. പിന്നെ പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ അവരെ കടമകൾ നിറവേറ്റാൻ പറഞ്ഞു കൊടുക്കണം അപ്പനും അമ്മയും. ഇന്ന് അത് പറഞ്ഞു കൊടുക്കുന്നില്ല മക്കൾക്ക്. മക്കളുടെ കടമ നിറവേറ്റാൻ പഠിപ്പിക്കുന്നില്ല. അതുങ്ങളെ ഈ കാര്യത്തിൽ തള്ളിവിട്ട് പഠിപ്പിക്കുക. ഒന്നും പഠിപ്പിക്കുന്നില്ല വേറെ. സ്തോത്രം. ദുഃഖത്തോടെ പറയുക. അതുകൊണ്ടാ ഹല്ലേലൂയ
ഇടയ്ക്കൊരു അമ്മച്ചി വിളിച്ചു, സ്തോത്രം, മോൻ UK-ൽ, മോൻ US-ൽ, മറ്റവരെവിടെയൊക്കെ. ഞാൻ ഭാഗ്യമുള്ള അമ്മച്ചി ഇപ്പൊ എവിടെ? അമ്മച്ചി ഒരു സ്ഥലത്തിരിപ്പുണ്ട്, പേര് പറയത്തില്ല. സ്തോത്രം. വീട്ടിലാരുണ്ട്? ആരുമില്ല. ഒരു വേലക്കാരിയുണ്ട്, ഒരു പട്ടിയുണ്ട്. സ്തോത്രം. മക്കളൊക്കെ വന്നിട്ട് കുറെ കാലമായി. സ്തോത്രം. ഇംഗ്ലീഷ് പഠിപ്പിച്ചു, പൊസിഷനൊക്കെ മേടിച്ച് അവസാനം തള്ളയ്ക്ക് ആരുമില്ല. ആ ഗതികേടാണോ കർത്താവ് ആഗ്രഹിക്കുന്നത്? ആമേൻ. മക്കളെ അപ്പനെയും അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഏത് കൊമ്പത്ത് എവിടെ പെയ്യാലും അപ്പനെയും അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം മക്കളുടേതാ. അതറിയണം. സ്തോത്രം. മറ്റുള്ളവരെ ഹല്ലേലൂയ നോക്കാം, എല്ലാം ഭക്ഷിച്ചും പാനം ചെയ്തും അപ്പനിൽ നിന്നെല്ലാം ഊറ്റി അമ്മയിൽ നിന്നെല്ലാം ഊറ്റി എടുത്ത് വളർന്നിട്ട് അവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു പോകുന്നതല്ല ആത്മീകം. അത് വരുത്തി വെച്ചത് തള്ളയും തന്തയോ. ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ നാട്ടിൻ പുറത്ത് ഭാഷയാണ്. പാസ്റ്റർ അങ്ങനെ പറഞ്ഞൊന്നും പറഞ്ഞു തരരുത്. അതൊക്കെ ഏറ്റവും ഹല്ലേലൂയ ദുഷിച്ച ഹൃദയമുള്ളവരെ പറയുന്നേ. അവൻ വീട്ടിൽ വിളിക്കുന്നതൊക്കെ അന്യായമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്നേ. തള്ളയും തന്തയും വഴി തെറ്റിച്ചതാ. ജനിച്ച് വീണ് കണ്ണ് തുറന്നതിന് മുമ്പേ മത്സരിക്കാൻ പഠിപ്പിക്കുക. സ്തോത്രം. ആമേൻ. ഇതിനകത്തും അങ്ങനെ ആഗ്രഹമൊന്നും വരല്ലേ. കയറ്റി വിടുന്നവരെ കയറ്റി വിടട്ടെ. അവരെ തള്ളി തള്ളി കയറ്റി വിട്. കയറുന്ന അറ്റം കയറി പോട്ടെ. സ്തോത്രം. ആത്മീകത്തിൽ, ശുശ്രൂഷയിൽ എല്ലാം പോയി. ഭയങ്കര സൈലന്റ്. എവിടെയൊക്കെ കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. അല്ലയോ, ഒരുത്തൻ ഉയർന്നു വന്നാൽ കയറി പോകാൻ വേണ്ടി നിന്നെ കൊണ്ട് ഒരു താങ്ങി വിടാൻ പറ്റുമെങ്കിൽ തള്ളിവിട്. സ്തോത്രം. ഇല്ലെങ്കിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം വലിയ പ്രശ്നം വരത്തില്ലേ? ആ നല്ല കൂട്ടായ്മ പൊളിഞ്ഞില്ലേ? ഒറ്റ സെക്കൻഡ് കൊണ്ട് കുടുംബ ബന്ധങ്ങൾ തകരുന്നില്ലേ? ഈ മനോഭാവം വെച്ചിട്ട് തകരുന്നില്ലേ? എത്ര ഇടത്താ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം വേർപെട്ടെന്നല്ല, സഹോദര വർഗത്തിന്റെ ഇടയിൽ എന്തോരം കലക്കം വന്നു. കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ പ്രശ്നങ്ങളുണ്ട്. ഒന്നുമില്ല, ഉള്ള കാര്യം തുറന്നു പറയുന്നേ. ഒക്കെ വന്നപ്പോ സ്തോത്രം എന്റെ മോനേക്കാളും 10 മാർക്ക് അല്ലെങ്കിൽ എന്റെ മോനേക്കാളും ഉയർന്നു പോയി എന്നൊക്കെയുള്ള ചിന്ത നല്ലതല്ല കേട്ടോ. അതില്ലാതിരുന്നാൽ നിങ്ങൾ ആത്മീയരാ. സ്തോത്രം. മക്കളെ, നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിച്ച് പഠിക്കണം. ഇനി വീട്ടിൽ ചെന്ന് ചോദിക്കരുത്, പാസ്റ്റർ പ്രസംഗിച്ച കേട്ടില്ലേ? നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് വരരുതെന്നും പറയരുത് കേട്ടോ. അങ്ങനെയൊന്നും പറഞ്ഞതിന്റെ കൃത്യതയോടെ പറയണം. സ്തോത്രം. മത്സരിക്കാൻ പറയരുതെന്നാ പറഞ്ഞേ. അങ്ങനെ ഏതെങ്കിലും അപ്പനും അമ്മയും പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. അവരെ ഞാൻ ഡീൽ ചെയ്തോളാം. അങ്ങനെ മത്സര ബുദ്ധി നമ്മുടെ അകത്ത് വരരുത്. സ്തോത്ര. അമ്മ ചോദിക്കുക, സ്തോത്ര, ഇടത്തും വലത്തും ആമേൻ ആരിരിക്കും. നിങ്ങൾ ചോദിക്കുന്നത് എന്നാന്ന് തിരിച്ചറിയുന്നുണ്ട്. അത് അവിടെ കർത്താവ് ചോദിക്കുക, എന്നാ ചോദിക്കുന്നത് അറിയോ? ഒരു തിരിച്ചറിവില്ലാതെ പലതും പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ഇനി തിരിച്ചറിവുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അവന് തിരിച്ചറിവില്ലെന്ന് പറയും. സ്തോത്രം. അവിടെ ഹല്ലേലൂയ കർത്താവ് പറയുക, ആമേൻ സ്തോത്രം, ഈ ഹല്ലേലൂയ അങ്ങോട്ട് വന്നിട്ട് കുറെ കാര്യങ്ങൾ കർത്താവ് ചോദിക്കുന്നുണ്ട്. അന്നേരമാണ് ആ 2 പേരോട് ഈ ബാക്കിയുള്ളവർക്ക് ഒരു നീരസം, അതുവരെ ഇല്ലാതിരുന്ന ഒരു നീരസം. അങ്ങനെയാണല്ലോ സ്തോത്രം. അവരെ ഇരുത്തി പോലും ഇല്ല, പക്ഷെ ഇരിക്കണമെന്ന് ആശ വന്നപ്പോൾ തന്നെ അവിടെ നീരസം വന്നു. അവരോട് കർത്താവ് വിളിച്ച് ആമേൻ ഹല്ലേലൂയ മറുപടി അവർക്ക് കൊടുത്തു അല്ലേ. 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും. സ്തോത്ര. കർത്താവ് പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ? യേശു അവരെ അടുക്ക വിളിച്ച്, അതായത് നീരസപ്പെട്ട ശിഷ്യന്മാരെ അടുക്ക വിളിച്ച്, ജാതികളുടെ അധിപതിമാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുക്കാനാണ് വന്നത്. കർത്താവ് കൊടുക്കുന്ന ഉപദേശം കണ്ടോ? ഇത് തന്നെയാണ് ആദ്യവും പറഞ്ഞത്. അതിനകത്ത് പറഞ്ഞല്ലോ, ജാതികളിൽ അവരിൽ കർത്തൃത്വം നടത്തുന്നു പറയുന്നത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റിയോ? നിങ്ങളുടെ ഹൃദയത്തോട് ബാധിക്കുന്ന, അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ ദൈവാത്മാവല്ല അത് സംസാരിക്കുന്നത്, മറ്റൊരാത്മാവാണ് ആ കർത്തൃത്വം നടത്തുന്നത്. അത് വലിയ വിശദീകരണം അർഹിക്കുന്ന വിഷയവും മുമ്പ് ഞാൻ ഉപവാസ പ്രാർത്ഥനകളിൽ അത് എടുത്തിട്ടുണ്ടെന്ന എൻ്റെ ഓർമ്മ. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആകരുത്. പിശാച് പറയുന്നത് സ്തോത്രം, ഈ ഹല്ലേലൂയ ഭൗതികതയിലേക്കും ലൗകികതയിലേക്കും ഞങ്ങൾ ആരാകും, ഞങ്ങൾക്ക് എന്ത് കിട്ടും, ഞങ്ങളുടെ സ്ഥാനം എന്ത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ തള്ളി തള്ളി കയറ്റുന്നില്ലേ? ഹൃദയത്തിന്റെ അകത്ത് മത്സരിക്കാൻ പ്രേരിപ്പിക്കുന്നില്ലേ? അത് മറ്റൊരു കർത്തൃത്വമാണ്. കർത്താവല്ല നിങ്ങളുടെ കർത്തൃത്വം നടത്തുന്നത്, പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് കർത്തൃത്വം നടത്തുന്ന നിങ്ങൾ അങ്ങനെയാകരുത്. നിങ്ങളിൽ പരിശുദ്ധാത്മാവാണ് കർത്തൃത്വം നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ യജമാനനാകാനല്ല ശ്രമിക്കേണ്ടത്, ദാസനാകാൻ ശ്രമിക്കണം. ഇനി ആരായിരിക്കും യഥാർത്ഥത്തിൽ കസാര ഇരിക്കുന്നത്? ദാസനാകുന്നവനായിരിക്കും. അത് പറഞ്ഞ് നിങ്ങളെ ഞാൻ മൂപ്പിക്കുന്നില്ല. നിങ്ങൾ ഹല്ലേലൂയ
ഈ വചനം അനുസരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഒന്ന് സമർപ്പിക്കണം. അങ്ങനെ ഒരു ചിന്തകളും മത്സരങ്ങളൊക്കെ ആത്മാവിൽ അന്യഭാഷ പറഞ്ഞിട്ട് മാറുന്നില്ലെങ്കിൽ ആമേൻ സ്തോത്രം, അതൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കർത്താവേ ഒരു ശിശുവിനുള്ള ഹൃദയം എനിക്ക് തരണം. സ്തോത്രം. ഉറങ്ങുകയാണോ നീ? ചെറുതായിട്ട് അതൊക്കെ വേണമല്ലോ. സ്തോത്രം. ഈ പകൽ അങ്ങനെ വേണമല്ലോ, നീ തന്നെ ചെയ്യണമല്ലോ. സ്തോത്രം. കർത്താവിനൊന്ന് സ്തുതിച്ചേ. സ്തോത്രം. അതെന്നാന്നറിയാം, ശിശുവിനുള്ള ഹൃദയം ഉള്ളതുകൊണ്ടാ. സ്തോത്രം. ആമേൻ. ഇപ്പൊ മനസ്സിലായില്ല എൻ്റെ കാഴ്ച അടിച്ചു പോയിട്ടില്ല എന്ന്. നന്നായിട്ട് എനിക്ക് കാണാം. സ്തോത്രം. ഞാൻ പിന്നെ ഇല്ല എന്ന് പറയുന്നതാ. അതൊക്കെ പണ്ട് CBI ഒക്കെ ചെയ്യുന്ന ടെക്നിക്കുകളാണ്. സ്തോത്രം. വേഷം മാറിയൊക്കെ ഒന്നൊക്കെ ചെയ്യില്ലേ, അതുപോലെ ചെയ്യുന്നതാ. സ്തോത്രം. ഒന്നുകൂടെ ഒന്ന് കർത്താവിനെ നന്നായിട്ട് സ്തുതിക്കുക. ആമേൻ. ഞാൻ ഈ സന്ദേശം പറയുന്നത് എൻ്റെ ആശയം എന്നാണെന്നറിയോ? കർത്താവ് കാത്തിരിക്കുക, ഒരുമിച്ചൊരു മേശ പങ്കിടാം. ഇതിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി ഇത് മേടിച്ച് ഭക്ഷിച്ചേച്ച് അവിടെ കിട്ടാതാകരുത്, നരകത്തിലെ കൊള്ളിയാകരുത്. ഹല്ലേലൂയ. കടക്കാൻ ശ്രമിക്കണം, കടക്കണം. ഈ മനോഭാവം ഞാനിത് പറഞ്ഞ ഒരു അംശം പറഞ്ഞു, ഞാനതാ പറഞ്ഞ പകുതി പിണങ്ങിക്കോളാൻ. ഇതിൻ്റെ അപ്പുറം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഹല്ലേലൂയ വല്ലാതെ വിഷമത്തിലാകും. കാരണം അത്ര ഡേഞ്ചറാണ് ഈ മനോഭാവം. ബൈബിൾ പഠിച്ചാൽ അവരിൽ കർത്തൃത്വം നടത്തും. ഒരുപാട് വാക്യങ്ങൾ ശിഷ്യരോട് തന്നെ ഇങ്ങനെ സംസാരിച്ച പല ഭാഗങ്ങളുണ്ട്. സ്തോത്രം. തീയിറക്കട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞതുകൊണ്ട് കുറേ ഭാഗങ്ങളുണ്ട്. ശിഷ്യരോട് നിങ്ങൾ ബൈബിൾ പഠിച്ചാൽ മതി. നമ്മളിൽ ആരാ കർത്തൃത്വം? നമ്മുടെ കർത്താവ് ആരാ? നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവേദ. സ്തോത്രം. ആമേൻ. ആ പരിശുദ്ധ ആത്മാവാണെങ്കിൽ അങ്ങനത്തെ ചിന്തകൾ നമുക്ക് വരത്തില്ല, അങ്ങനത്തെ ചിന്തകൾ വരത്തില്ല. ആമേൻ. പരിശുദ്ധാത്മാവാണെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ആഴമായി ആമേൻ ഹല്ലേലൂയ താഴ്മയോടെ ആമേൻ ഹല്ലേലൂയ ഏറ്റവും ശുശ്രൂഷ ചെയ്യുന്നവരെ പോലെ നമ്മൾ നിൽക്കും. ആമേൻ. സ്തോത്രം. ശിശുക്കളുടെ കാര്യത്തിൽ നിങ്ങൾ വ്യാകുലപ്പെടരുതേ, മക്കളെക്കുറിച്ച് ഭാരപ്പെടരുതേ. ദൈവകരത്തിൽ കൊടുക്ക്, എത്തേണ്ടിടത്തെത്തും. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ആമേൻ, തക്ക സമയത്ത് ഉയർത്താൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ ചാണിരിക്കണം. ഉയർത്തും, കർത്താവ് ഉയർത്തും. എങ്ങനെ ഉയർത്തും? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ല ഉയർത്തുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന പോലെ അല്ലേ? ഇന്നലെയല്ലേ ഞാൻ ആ ഉദാഹരണം പറഞ്ഞേ? ഇന്നലെയാണോ മെനഞ്ഞാന്നാണോ? സ്തോത്രം. സ്തോത്രം. പറഞ്ഞു, ഞാൻ ഉദാഹരണം പറഞ്ഞു. 10ാം ക്ലാസ് തോറ്റ ഞാൻ പ്രസംഗം കേട്ട് എനിക്ക് ഭയങ്കര വിശ്വാസം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അല്ലേ? അപ്പൊ ഞാൻ കർത്താവിനോട് താണിരിക്കുക, എനിക്ക് ഡോക്ടർ ആവണം. കർത്താവിന്റെ സന്നിധി താണിരുന്ന ഉയർത്തുമെന്നല്ലേ പറഞ്ഞേ? അതുകൊണ്ട് താണിരിക്കുക. എന്താകണം? ഡോക്ടർ ആകണം, അല്ലെങ്കിൽ കളക്ടർ ആകണം. ആവുമോ? അതെന്ത് വിശ്വാസം പാസ്റ്റർ? കർത്താവിന് വേണമെങ്കിൽ ആക്കിക്കൂടെ? അതാ നമ്മളുടെ ഉടായിപ്പ് വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം. കർത്താവിന് എന്തും കഴിയും. പക്ഷെ അതിനകത്ത് റിയലായിട്ട് ഞാൻ ആശിക്കുന്ന ഉയർച്ച എന്നതാ? കർത്താവ് ഈ ലൈഫിൽ മനുഷ്യരാരും എന്നെ ഉയർത്താനില്ല, പരിധിയില്ലാതെ ഉയർത്താൻ പറ്റുന്ന ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കുമ്പോൾ എന്നെ എത്തിക്കാൻ ദൈവം കണ്ട ഒരു ഉയരമുണ്ട്. അവിടെ കർത്താവ് എന്നെ എത്തിച്ചിരിക്കും. ഞാനിനി എന്നാ പടവെട്ടിയാൽ ഈ പടവെട്ടി പിടിച്ചെത്തിയെടുത്തുന്നെല്ലാം മനുഷ്യൻ വീണിട്ടുണ്ട്. കർത്താവ് എത്തിച്ച ഇടത്ത് നിൽക്കുന്നവൻ അവിടെ തന്നെ കാണും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ ഉയർത്തുന്ന ദൈവത്തിന്റെ കരത്തിൽ ശാന്തമായി നല്ല മനസ്സോടെ ആമേൻ ഹല്ലേലൂയ നമ്മളായിരുന്നാൽ കർത്താവ് നമ്മെ മാനിപ്പാനും അനുഗ്രഹിപ്പാനും ശക്തനാണ്. നമ്മുടെ ഹല്ലേലൂയ നിത്യത നമുക്ക് കൈവിട്ട് പോകത്തില്ല. അങ്ങനെ ഹല്ലേലൂയ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ പാടിയ പാട്ടൊക്കെ അർത്ഥമായി വരുന്നത്. ഹല്ലേലൂയ അർത്ഥമായി വരുന്നത്. ആമേൻ. എന്താ ഈ പ്രയാസം, ഈ പ്രതിസന്ധിക്ക് കാര്യം എന്നാ മക്കളെ? എന്താ നമ്മളിങ്ങനെ ആയി പോണേ? അതൊരു വലിയ ചോദ്യം. നമ്മൾ എത്ര ശ്രമിച്ചിട്ട് എന്താ ഇങ്ങനെ ഒരു മാറ്റം വരാത്ത നമുക്ക്? നിങ്ങൾ സന്തോഷത്തോടെയാണോ കേൾക്കുന്നത്? സന്തോഷമാണ്. എല്ലാ 2ാം ശനിയാഴ്ച ഇങ്ങനെയാണല്ലോ, 2ാം ഞായർ അല്ലേ? മാറ്റം വരും. സ്തോത്രം. ഞാൻ ഇന്നലെ പറഞ്ഞു കേട്ടോ, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക, ദൈവം നിയോഗം തന്നു പിശാച് വെച്ച ചിലതിനെ പിഴുതെടുക്കാൻ വേണ്ടി. അത് ഞാൻ ഇന്നലെ പറഞ്ഞു, ഇനി പറയുന്നില്ല. ഇന്നലെ വന്നവർ കേട്ടാൽ മതി. എന്തിരടിയപ്പി പറഞ്ഞതെന്ന് വേണമെങ്കിൽ ഇന്നലെ വന്നവരെ തപ്പിപ്പിടിച്ച് കേട്ട് മനസ്സിലാക്കുക. സ്തോത്രം. ആമേൻ. അങ്ങനെ ഒരു വലിയ പ്രാർത്ഥന ഉപവാസത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിയോഗം തന്ന് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയൊക്കെ വരും, വലിയ വിടുതലുകൾ നടക്കും. പക്ഷേ നമുക്കിന്ന് പകൽക്കാലം ഒരു ഉണർവ് കാണാൻ, അഭിഷേകം കാണാൻ, അസാധാരണ ദൈവസാന്നിധ്യം നമ്മിൽ വീണ്ടും വരുവാൻ നമ്മൾ ഈ ദൂത് നമ്മൾ ഏറ്റെടുക്കണം. എന്താ കാര്യം? ഹല്ലേലൂയ. എന്തുകൊണ്ട് പ്രിയരെ നമുക്ക് പലപ്പോഴും പറ്റുന്നില്ല? എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാത്തത്? ഞാൻ ഒറ്റ വാക്യം വായിച്ച് നമ്മൾ ആമേൻ പ്രാർത്ഥിക്കും. റോമലേഖനം 8ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചേ. റോമലേഖനം 5. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ.
ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. മതി ഞാനത് ആദ്യം പറഞ്ഞു. നാം നമ്മെ വിലയിരുത്തുക, ഒറ്റ മാർഗം അതാ. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് ജഡസ്വഭാവമുണ്ടെങ്കിൽ, എനിക്ക് ജഡസ്വഭാവമുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജഡത്തിലേതായിരിക്കും. സ്തോത്രം. ഈ പറഞ്ഞ പോലെ താഴ്മ ധരിക്കുന്ന കാര്യമോ, ഈ പറഞ്ഞതുപോലെ സ്തോത്രം എളിയവനാകാനോ ശിശുവിനെ പോലെ ആകാനോ ഈ മത്സരം ഒഴിവാക്കാനോ ഇതൊന്നും പറ്റത്തില്ല നമ്മുടെ മനസ്സിൽ. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാ കർത്താവേ, എന്തുകൊണ്ടെന്ന് ചിന്തിച്ചാൽ എനിക്ക് ജഡസ്വഭാവമാണ്. ജഡസ്വഭാവമുള്ള മനുഷ്യന് ഹല്ലേലൂയ ആത്മീകമുള്ളത് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇനി ആത്മീകൻ ആ വ്യക്തിയോട് പറഞ്ഞ അവനൊട്ടും മനസ്സിലാകത്തില്ല. ഈ ജഡസ്വഭാവമുള്ളവന്റെ ഏറ്റവും വലിയ തകരാറെന്ന് പറഞ്ഞാൽ അവൻ ആത്മീകം മനസ്സിലാകത്തേയില്ല. ആ ജഡസ്വഭാവത്തിൽ അവന്റെ ഹൃദയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തെ അവൻ ഹല്ലേലൂയ സത്യമെന്ന് വിശ്വസിക്കും. അവൻ അതിനായി ഓടും, പ്രയത്നിക്കും. പക്ഷേ ആത്മീകം എന്ന ഒന്ന് മറുവശത്ത് കിടപ്പുണ്ട്. ആത്മീകം എന്ന ഒരു വിഷയമുണ്ട്. നാം ആത്മീകരായാൽ നാം ചിന്തിക്കുന്ന ചിന്ത നേരെ തിരിച്ചായിരിക്കും. സ്തോത്രം. നേരെ തിരിച്ചായിരിക്കും ആത്മീകന്റെ ചിന്ത. ജഡപ്രകാരം ചിന്തിക്കുന്നവന്റെ ചിന്ത ഒരിക്കലും ആത്മീകന് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇവിടെയാ നമ്മൾ നമ്മെ തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ടാ ഒരു കൂട്ടം പേർ സ്തോത്രം ആ നിലകളിൽ ചിന്തിക്കുന്നേ? ശിഷ്യന്മാർ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു? നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജഡസ്വഭാവം, പക്ഷേ ജഡസ്വഭാവമുള്ളവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. അവൻ ആത്മീകമായി ചിന്തിക്കുക. അവരാ ഏറ്റവും കൂടുതൽ ആത്മീകതയെ വിമർശിക്കുന്നേ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിനകത്തും ഒരു വിമർശനം, ഒരു ചോദ്യം, ചെറിയ ഹാലിലെ കല്ലുകടി വന്നെങ്കിൽ ഞാൻ പരമാർത്ഥ മനസ്സോടെ പറയട്ടെ, ആഴമായി ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ജഡസ്വഭാവമുള്ളവരെ. നിങ്ങൾ പാപികളെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. ജഡസ്വഭാവം, പാപികൾ വേറെ, ജഡസ്വഭാവം, ജഡത്തിന്റെ ചിന്ത വേറെ. സ്തോത്രം. ജഡമെന്ന് പറഞ്ഞൊരു സാധാരണ നമ്മുടെ അകത്തുണ്ട്. അതിന്റെ ചിന്തകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആത്മീകരുണ്ട്. അവർക്കൊരിക്കലും ആത്മീകം ഹല്ലേലൂയ പിടികിട്ടത്തില്ല. ഒരിക്കലും അംഗീകരിക്കത്തില്ല. നമ്മളൊക്കെ കണ്ണു തള്ളി നിൽക്കും. ഇത്രയും വലിയ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ അതിനെ വിമർശിക്കുന്നു. അവരുടെ ഭാഗത്ത് അത് ശരിയാ. സ്തോത്രം. ഒരുപാട് ജഡപ്രകാരം സഞ്ചരിക്കുന്നവരുണ്ട്. ഏത് വിഷയത്തിലും ജഡപ്രകാരം സംസാരിക്കും. ആത്മീകത്തിലും ഭൗതികത്തിലും ജഡപ്രകാരം സംസാരിക്കും. പ്രാർത്ഥിക്കുന്നതിന് പോലും വിലക്ക് പറയുന്നവരില്ലേ? സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ ഞാനത് വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ചാൽ നമുക്ക് ഹല്ലേലൂയ സമയവും പോകും, ഇതിനകത്ത് സന്തോഷത്തോടെ വരാൻ പറ്റത്തില്ല. പക്ഷേ ഹല്ലേലൂയ ഈ ദൂതിന്റെ എല്ലാം പുറകിൽ ഒറ്റ കാര്യം നിങ്ങൾ തിരിച്ചറിയണം. കർത്താവ് വെയിറ്റ് ചെയ്യുക നമുക്ക് വേണ്ടി. അവിടെ എത്തും. ഇപ്പൊ ഭക്ഷിക്കാന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങളൊരു ചോദ്യവുമായി യേശുവിന്റെ അടുക്കൽ പോയാൽ ചിലപ്പോൾ പിടികിട്ടും. നിങ്ങളുടെ ധാരണപ്പുറത്ത് ജീവിക്കാതെ, മനോഭാവം ശരിയെന്ന് പറഞ്ഞ് ജീവിക്കാതെ, നിങ്ങൾ ഹല്ലേലൂയ പറയുന്നത് ഹല്ലേലൂയ കറക്റ്റ് എന്ന് പറഞ്ഞ് ജീവിക്കാതെ ദൈവസന്നിധിക്ക് അടുത്തെന്ന് നിങ്ങൾ ശോധന ചെയ്യപ്പെട്ടാൽ കർത്താവ് പറയാനുള്ള മറുപടിയാ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നേ. സ്തോത്രം. എന്താ പ്രയാസം? എത്ര പ്രസംഗിച്ചിട്ട് നമുക്കെന്താ മനസ്സിലാകാത്തെ? ഹല്ലേലൂയ. ചില വിമർശനങ്ങളും ചില ഹല്ലേലൂയ വചനം കേട്ടിട്ടുള്ള മറുപടികളൊക്കെ കാതിൽ കേൾക്കുമ്പോൾ എന്ത് തകരാറായത്? ഒറ്റ പ്രശ്നമേ ഉള്ളൂ പ്രിയരെ. നമുക്ക് ഹല്ലേലൂയ ജഡ സ്വഭാവമാണെങ്കിൽ നമുക്കിത് ഉൾക്കൊള്ളാനേ പറ്റത്തില്ല. ആത്മീകം തിരിച്ചറിയാൻ പറ്റത്തില്ല, അല്ലേ? ആത്മീകം തിരിച്ചറിയാൻ പറ്റത്തില്ല. സ്തോത്രം. അവിടെയാ ഭയങ്കര വിമർശനം വരുന്നത്. അത് ഏത് വിഷയത്തെ? ആത്മീക വിഷയത്തെ, ഭൗതിക വിഷയത്തെ. സ്തോത്രം. ആത്മീകമായി നിങ്ങൾ എന്നെ ഒന്ന് കണ്ടാൽ പകുതി പ്രശ്നം തീരുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. സത്യം ഞാൻ പറയുന്നത്, തുറന്ന മനസ്സോടെ പറയുക. പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യത്തിനകത്തുള്ള ആത്മീയത കണ്ടാൽ, അത് ആത്മീകമായി നിങ്ങൾ എടുത്താൽ വിമർശിക്കാൻ അധികം ഉണ്ടാകത്തില്ലെന്ന എൻ്റെ ചിന്ത. തുറന്ന മനസ്സോടെ ഞാൻ പറയുക. കാരണം അതിനകത്ത് ചെയ്യുന്നതിനകത്തൊക്കെ ഒരു ദൈവവചനത്തിന്റെ അടിസ്ഥാനം കിടപ്പുണ്ട്. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ നിങ്ങളോട് പറയട്ടെ, നമുക്ക് നമ്മെ ഒന്ന് സ്വയശോധന ചെയ്ത് നമ്മുടെ സ്വഭാവം എങ്ങനെയുള്ളതെന്ന്, ഏത് വിഷയം വന്നാലും ജഡീകമായ സംസാരത്തിലും എന്ന് പറഞ്ഞ പാപ സംസാരം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുതേ. പാപത്തെ കുറിച്ച് സംസാരിക്കുന്ന അത് ജഡപ്രകാരമുള്ള കാര്യം. പക്ഷെ ഈ വചനം വെച്ചിട്ട് അതല്ല ഞാൻ പറയുന്നേ. സ്തോത്രം. അതല്ല ഞാൻ പറയുന്നേ. ഏത് കാര്യത്തിനും മാർഗം ജഡപ്രകാരമാണെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും, ആശ്രയം മുഴുവൻ ലോകത്തിലെങ്കിൽ അത് ഇച്ചിരി കഷ്ടമാണ്. സ്തോത്രം. ആത്മീകൻ ആത്മീകമായത് ചിന്തിക്കും.
സ്തോത്രം. പ്രാകൃത മനുഷ്യന് ആത്മികമായത് ഗ്രഹിക്കാൻ പറ്റത്തില്ല, അതവന് കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയരെ, ഈ വചനം മനസ്സിലാക്കി. ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, ഒരിക്കലും കീഴ്പ്പെടത്തില്ല. ജഡത്തിന്റെ ചിന്ത ഒരിക്കലും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ അനുവദിക്കത്തില്ല. അതാ കൊമ്പുയർത്തിക്കൊണ്ട് ചോദിക്കും, അതിന്റെ ആവശ്യമുണ്ടോ എന്ന്. പോട്ടെ, ഞാനത് വിശദീകരിക്കുന്നില്ല. പക്ഷെ നമുക്കൊരു ശിശുവിനെ പോലെ ആകാം, നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. അതുകൊണ്ട് ആ ശിഷ്യരോട് പറഞ്ഞത്, കുഞ്ഞിനെ പോലെ ആകെ, അല്ലെങ്കിൽ നീ കടക്കത്തില്ല. കാരണം ഈ ചിന്തകൾ അകത്തിരിക്കുക. അതൊന്നും തെറ്റല്ലെന്ന് ചിന്തിക്കരുത്, അതൊന്നും പാപമല്ലെന്ന് ചിന്തിക്കരുത്, അതൊക്കെ സ്വർഗരാജ്യത്തിൽ പോകാൻ തടസ്സമാണ് അല്ലെന്ന് ചിന്തിക്കരുത്. അത് തടസ്സമാണ്. നമ്മളൊരു കുഞ്ഞിനെ പോലെ നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്നാൽ, ഞാൻ പറയട്ടെ, പ്രാണപ്രിയം വെയിറ്റ് ചെയ്യുക അക്കരെ. എന്തിനാ? എന്റെ രക്തത്താൽ കഴുകൽപ്പെട്ട, ഞാൻ ചോര കൊടുത്ത് സമ്പാദിച്ച, എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എന്റെ ശരീരമായ സഭ എന്റെ അടുക്കൽ വരാൻ പോവുക. ഞാൻ ഹല്ലേലൂയ ആശിക്കുന്നു. ഹല്ലേലൂയ, ഞാൻ എത്താൻ എന്റെ അപ്പൻ കൊതിച്ചിരിക്കുന്നത്. സ്തോത്രം. അവിടെ ചെന്ന് മുഖം കാണും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ആ കൂട്ടായ്മ, ഇന്നിവിടെ നമ്മൾ അനുഭവിക്കുന്ന കൂട്ടായ്മ, കർത്താവുമായി ചേർന്ന് ഒരുമിച്ച് ദൈവം ഒരുക്കും. അത് ശ്രേഷ്ഠകരമായ അനുഭവമാണ്. അത് വലിയ സന്തോഷം. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഈ ദൂത് ഈ മേശയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ച ഞാനും, ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് ഈ മേശയിൽ വന്ന് മുട്ടുകുത്തുന്ന നിങ്ങൾക്കും ആ അനുഭവം, ആ നിത്യത, ആ സൗഭാഗ്യം നഷ്ടപ്പെടരുത്. ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. കർത്താവ് അത് ഹല്ലേലൂയ മുന്നമേ അറിയിച്ചത്. അതിനുവേണ്ടി ഹല്ലേലൂയ ദൈവസഭ ഒരുങ്ങുന്നില്ലെങ്കിൽ, വിശ്വാസം അതിലേക്ക് ക്രമീകരിക്കുന്നില്ലെങ്കിൽ, അതിനുവേണ്ടി വിശ്വസിച്ചില്ലെങ്കിൽ നമുക്ക് ഹല്ലേലൂയ നിത്യതയിലെത്താൻ പറ്റത്തില്ല. തുടക്കം തൊട്ടേ പറഞ്ഞ കാര്യങ്ങളെ ഹൃദയത്തിനകത്ത് കൊണ്ടുപോവാ. നമുക്ക് ഹല്ലേലൂയ പ്രയോജനപ്പെടണമോ? നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ ഹല്ലേലൂയ സകലതും സ്വർഗം അംഗീകരിക്കണമോ? ഹല്ലേലൂയ ദാസനായി പറ്റത്തുള്ളൂ. യജമാനനാകാൻ ശ്രമിക്കരുത്. അധികാരിയാകാൻ ശ്രമിക്കരുത്. ഉന്നതനാകാൻ ശ്രമിക്കരുത്. നമ്മളിൽ ആര് വലിയവനെന്ന ചിന്ത, മനോഭാവങ്ങളെല്ലാം മാറി ഒരു പൈതലിനെ പോലെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വരണം. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ പകൽ? ഹല്ലേലൂയ. ഒരുമിച്ച് ഒരു മിനിറ്റ് ഒന്ന് കർത്താവിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിച്ച് തിരുമേശയിലേക്ക് അടുത്തു വരുമ്പോൾ അത് ഹല്ലേലൂയ അനുഗ്രഹമായി മാറട്ടെ, സന്തോഷമായി മാറട്ടെ. കണ്ണുകൾ അടച്ച് വളരെ വേഗത്തിൽ ഈ മിനിറ്റുകൾ ദൈവസന്നിധിയിൽ സമർപ്പണത്തിനായി. താങ്ക് യു ലോർഡ്. കർത്താവിന്റെ സന്നിധിയിൽ ആ വചനത്തിന് മുമ്പാകെ ഒന്ന് താഴ്ത്തുവാൻ. യേശുവേ, എൻ്റെ ഹൃദയത്തെ ഞാൻ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. എന്നെ ശോധന ചെയ്ത് ഞാൻ സമർപ്പിക്കുന്നു. എങ്ങനെയെങ്കിലും ഇത് അവസാനിച്ച് പോവുകയല്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്ത് കയറി ഒന്ന് സംസാരിച്ച്, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ അകത്ത് കയറി ഒന്ന് സംസാരിച്ച്, കർത്താവേ ഞാനത് കേട്ടു അപ്പ, ദൈവശബ്ദമായി എടുത്ത് എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന എത്ര പേർ ഇതിൻ്റെ അകത്തുണ്ട്? ആരും പ്രാർത്ഥിക്കാനില്ലേ ഇതിനകത്ത്? മക്കളെ, കണ്ണുനീരോടെ പറയാൻ പറ്റുമെങ്കിൽ പറ. 1-2 മിനിറ്റുകൾ. സഹോദരന്മാരെ, ഒന്ന് ശോധന ചെയ്യ. കൈപ്പുള്ള പകയിലും ഈർഷ്യയിലുമാണോ? മത്സരിക്കുന്ന ഹൃദയമാണോ? ജഡീക ചിന്തയാണോ? ജഡത്തിന്റെ ചിന്തയാണോ? ഒരിക്കൽ പോലും ദൈവസന്നിധി അകന്ന് നിൽക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാകരുത്. ഈ തിരുമേശയിൽ മുട്ടുകുത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിൻ്റെ ശരീരം, എനിക്ക് വേണ്ടി ചിന്തിയ രക്തം. വിശ്വാസത്താൽ ആ കൂട്ടായ്മ, യേശുമായുള്ള കൂട്ടായ്മ കൊതിച്ചു ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്, നിത്യതയിൽ അവനുമായുള്ള കൂട്ടായ്മ. അതെനിക്ക് നഷ്ടപ്പെട്ടുകൂടാ. എന്നിൽ നിന്ന് അതിനെ തടുക്കുന്ന, എന്നിൽ നിന്ന് അതിനെ മാറ്റുന്ന ഒന്നും എനിക്ക് വേണ്ട. കണ്ണുകളടച്ച് ശാന്തമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ മേശയിലേക്ക് അടുത്തു വന്നാൽ അത് അനുഗ്രഹമാണ്. ചേർന്ന് എല്ലാവരും ദയവായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കിത്ര സൗന്ദര്യം. യേശുവേ, നിന്റെ രൂപമേ
പ്രാർത്ഥനയായി വരട്ടെ. കണ്ണുകൾ എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെ അങ്ങേ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെ അങ്ങേ പോലെയാക്കണം. കണ്ണുനീരോടെ പറഞ്ഞു, ദാസനെ പോലെ സേവ ചെയ്ത, ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനേ. ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനേ. വാസം ചെയ്യണം ഈ നിൻ വിനയം എൻ്റെ ഉള്ളിലും നാഥനേ. വാസം ചെയ്യണം ഈ നിൻ വിനയം എൻ്റെ പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടെ ദാസനെ പോലെ സേവ ചെയ്ത യേശുവേ, ദാസനെ പോലെ സേവ യേശുവേ, ചെയ്ത ദൈവത്തിൻ ഏകജാതനേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനേ. വാസം ചെയ്യണം ഈ നിന്ദിനേമപ്പ, വാസം ചെയ്യണം ഈ നിൻ വിനയം എൻ്റെ ഉള്ളിലും നാഥനേ. വാസം ചെയ്യണം ഈ നിൻ വിനയം എൻ്റെ ഉള്ളിലും നാഥനേ. കൗശലങ്ങളും ഉപായങ്ങളും, കൗശലങ്ങളും ഉപായങ്ങളും പകയ്ക്കും സത്യരാജാവേ. കൗശലങ്ങളും ഉപായങ്ങളും പകയ്ക്കും സത്യരാജാവേ. ശിശുവിനുള്ള പരമാർത്ഥത എന്നിലും സമർപ്പിക്കുന്നവർ നിത്യം ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ശിശുവിനുള്ള പരമാർത്ഥത എന്നിലും കണ്ണുനീരോടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞ് കൗശലങ്ങളും ഉപായങ്ങളും കൗശലങ്ങളും ഉപായങ്ങളും പകയ്ക്കും സത്യരാജാവേ. കൗശലങ്ങളും ഉപായങ്ങളും പകയ്ക്കും സത്യരാജാവേ. ശിശുവിനുള്ള എത്ര പേർ ആഗ്രഹിക്കുന്നു എന്നിലും നിത്യം കാക്കുകേ. ശിശുവിനുള്ള പരമാർത്ഥത എന്നിലും നിത്യം കാക്കുകേ. യേശുവേ നിന്റെ രൂപം, യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം. യേശുവേ നിന്റെ രൂപമേ എത്ര പേർ അത് എൻ്റെ കണ്ണുകൾ ആസ്വദിച്ചുകൊണ്ട് പറയും, എത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന നിന്നെ പോലെ ആക്കപ്പ. ആ പാപങ്ങൾ ഉപേക്ഷിക്കും കുഞ്ഞെ, ആ പാപങ്ങളൊക്കെ തുടഞ്ഞുകളാം. താഴെ ഇടേണ്ടതിനെല്ലാം താഴെ ഇട, കളയേണ്ടതിനെല്ലാം കളയ, ഉപേക്ഷിക്കേണ്ട സകല ഉപേക്ഷിക്കുന്ന സഹോദരനെ, ഇത് നിന്റെ സമയം. പറഞ്ഞേ, ശിഷ്യനാകുന്നതിനെ ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം.
മനസ്സിൽ എത്ര പേർ പറയും ശിഷ്യനാകുന്നേനെ? യേശുവേ അങ്ങേ പോലെ ആക്കണം. അങ്ങേ പോലെ ആക്കണം മുഴുവൻ. ശിഷ്യനാകുന്നേനെ, ശിഷ്യനാകുന്ന എന്നെ അങ്ങേ പോലെ ആക്കണം മുഴുവൻ. ഇന്ന് പകലാ ദൈവവചനത്തിന്റെ മുമ്പിൽ, കർത്താവിന്റെ മുമ്പിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ, ദൈവം വിശ്വസ്തനാണ്. അവൻ രക്തം ചിന്തിയത് അശുദ്ധി ഒട്ടുമില്ലാതെ നീ നിത്യതയിലെത്താനാണ്. അവനോടൊപ്പം നിത്യരാജ്യത്തിൽ അവകാശം പങ്കുവെക്കാനാണ്. എവിടെയൊക്കെയോ ഇടറിപ്പോയെങ്കിൽ, എവിടെയൊക്കെയോ വീണുപോയെങ്കിൽ, പേരിനൊരു ക്രിസ്ത്യാനി എന്ന അവസ്ഥയിലാണെങ്കിൽ, വിശ്വാസം തീരെ ഇല്ലാതിരിക്കുന്നെങ്കിൽ, പെറുപെറുക്കുകയും സ്തോത്രം ഈ പറഞ്ഞ വചനത്തിൽ പറഞ്ഞതുപോലുള്ള ഹൃദയമാണ് എനിക്കെങ്കിൽ, കർത്താവേ അതെനിക്ക് വേണ്ട അപ്പ, എനിക്ക് നിന്റെ സാന്നിധ്യം വേണം, നിന്റെ പൈതലായി നിൽക്കണം, കർത്താവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ തിരുമേശയിലേക്ക് മുട്ടുമടക്കുമ്പോൾ അപ്പ, നിത്യതയിൽ എനിക്കായി ഒരുക്കിയ ശ്രേഷ്ഠകരമായ അനുഭവത്തിൽ ഞാൻ എത്താൻ തക്കവണ്ണം തിരിഞ്ഞ് ശിശുവിനെ പോലെ എത്ര പേർ പ്രിയരെ കൊതിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടായ്മ ഞാൻ വാഞ്ചിക്കുക. വലിയ വാഞ്ച കർത്താവിന്. പറ, കർത്താവേ അങ്ങുമായുള്ള ബന്ധം, അങ്ങയോടൊത്തുള്ള കൂട്ടായ്മ, ആഴമായ യേശുമായുള്ള ബന്ധം എനിക്ക് വേണം. കർത്താവേ നിന്നെ കളഞ്ഞിട്ടൊന്നും നേടണ്ട, നിന്നെ വിട്ടിട്ട് എനിക്ക് ഒന്നും വേണ്ട എന്ന്. അങ്ങില്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും വേണ്ട. അങ്ങ് തരാത്ത ഉയർച്ച, അങ്ങ് തരാത്ത നന്മ, അങ്ങ് തരാത്ത സമ്പത്ത്, അങ്ങ് തരാത്ത ആരോഗ്യം, അങ്ങ് തരാത്തതൊന്നും എനിക്ക് വേണ്ട കർത്താവേ. നിന്നിൽ നിന്ന് എന്നിലേക്ക് സകലതും ഒഴുകട്ടെ. കർത്താവ് നീയുമായുള്ള ബന്ധം അത് ഈ പകൽക്കാലം ദൃഢമായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവ് അത് ആഗ്രഹിക്കുന്നു പ്രിയരെ. ദൈവമേ, ഈ ജനത്തിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ താഴ്ത്തുന്നപ്പ, പലപ്പോഴും ഇടറുന്നത് അങ്ങ് കാണുന്നു. അത് തന്നെയാണ് ഈ ദൂതിന് ആധാരമെന്ന് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ തൊട്ടുണർത്തി സംസാരിച്ച ദൈവവചനത്തിന് മുമ്പാകെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ദൈവസഭയായി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. കർത്താവേ, ഹൃദയത്തിന് പരിവർത്തനം തരണമേ. ജീവിത സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തണമേ. കർത്താവെ, ക്ഷമിപ്പാൻ കൃപ തരണമേ. താഴ്മ ധരിപ്പാൻ കൃപ തരണമേ. ശിശുവിനുള്ള ഹൃദയം തരണമേ. എല്ലാ ഹല്ലേലൂയ മത്സര ബുദ്ധികൾ കർത്താവെ, തിരുവചനത്തിൽ നിരക്കാത്തതായ, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദോഷമായതെല്ലാം ഞങ്ങളിൽ നീങ്ങി അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു പൈതലുള്ള ഹൃദയത്തോടെ, നല്ല മനസ്സോടെ, തുള്ളിയും ചാടിയും കർത്താവിനെ ആരാധിച്ചും സേവിച്ചും മുൻപിലേക്ക് പോകാൻ, മുമ്പിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ, മുമ്പിലെ വേദനകളെ സഹിക്കാൻ, കഷ്ടതയിൽ സഹിഷ്ണുതയോടെ നിൽപ്പാൻ, കർത്താവിന്റെ രാജ്യത്തിലെത്തുവോളം വിശ്വാസത്തെ മുറുകെ പിടിച്ചു നിൽപ്പാൻ ഞങ്ങളെ നീ ഒരുമിച്ച് സഹായിക്കണമേ. തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു. അങ്ങത് ചെയ്യാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ളവർ മാത്രം കരങ്ങൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. സന്തോഷത്തോടെ